നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വർഷത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ആഴ്ചയിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാ ആഴ്ചയുടെയും അവസാനമാണ് നമ്മൾ ഒരുമിച്ച് കൂടാറ്. അതുപോലെ ഇത് വർഷത്തിൻ്റെ അവസാനത്തെ മാസത്തിലെ അവസാനത്തെ ആഴ്ചയിൽ നമ്മൾ ദൈവസന്നിധിയിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. കഴിഞ്ഞൊരു വർഷക്കാലം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ കർത്താവ് എത്ര അതിശയകരമായി അത്ഭുതകരമായി നമ്മെ നടത്തി. ആ നടത്തിപ്പുകളെ ഓർത്ത് ഞാൻ ദൈവസന്നിധിയിൽ തലവണക്കുകയാണ്. അത്യത്ഭുതകരമായാണ് നമ്മെ കരം പിടിച്ച് നടത്തിയത്. തൻ്റെ വചനം നമ്മുടെ പാതയ്ക്ക് പ്രകാശമായി ഒരു ദീപമായി പ്രകാശിച്ചു നിന്നു. അങ്ങനെ ആ വചനം അനവധി സമയങ്ങളിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയത് കൊണ്ട് നമ്മൾ ആത്മാവിൽ കരുത്തുറ്റവരായി. നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ആ കാരണങ്ങളാൽ നമുക്ക് ശക്തിയോടെ മുൻപോട്ട് പോകുവാനായിട്ട് സാധിച്ചു. നമ്മുടെ ചുറ്റും പലവിധമായ കാറും കോളും ഒക്കെ, അതേപോലെ തന്നെ ഉപദേശത്തിൻ്റെ പലവിധമായ കാറ്റുകൾ അടിച്ചു. പലവിധമായ കാറ്റുകൾ അടിച്ചു പോകുന്നത് നമ്മൾ അടുത്ത് നിന്നും അകലെ നിന്നും ഒക്കെ കണ്ടതായ കാര്യങ്ങളുണ്ട്. എന്നാൽ അവിടെയൊന്നും കുലുങ്ങിപ്പോകാതെ വണ്ണം നമ്മെ സൂക്ഷിച്ചത് വൻകൃപയൊന്നു മാത്രമാണ്. ആ വചനം നമ്മുടെ ഉള്ളിൽ വീണുകൊണ്ടിരിക്കുകയാണ്. വചനമാകുന്ന വിത്ത് വീണുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതതിൻ്റെ ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതൊക്കെ ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രമാണ്. 2025 പ്രവേശനത്തെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. ഇനി ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ കർത്താവ് വരുവാൻ എത്രത്തോളം താമസമെന്നൊന്നും നമുക്കറിയില്ല. ഈ കഴിഞ്ഞുപോയ ഒരു വർഷക്കാലം പലവിധമായ വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. 2023 ഒടുവിലേക്ക് വരുമ്പോൾ, അതായത് ഒക്ടോബർ മാസം മുതൽ ഇസ്രായേലും ഹമാസുമായിട്ടുള്ള യുദ്ധവും അല്ലെങ്കിൽ ആ കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടായല്ലോ, അതുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നത് ജനുവരിയോ ഫെബ്രുവരിയോ ഒക്കെ വരെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇസ്രായേലുമായി ബന്ധപ്പെട്ട് പ്രവചന നിവൃത്തികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അങ്ങനെ സംസാരിച്ചു പോയതിന് ശേഷം പിന്നീട് നമ്മളുടെ പെൻഡിങ്ങിലിരുന്നൊരു സബ്ജക്റ്റിലേക്ക് കയറി. ക്രൂശിൻ്റെ ശത്രുക്കൾ എന്ന് പറയുന്ന വളരെ സീരിയസ് ആയൊരു സബ്ജക്റ്റ്. അത് ശിശുക്കളായവർക്കൊന്നും അങ്ങനെ പെട്ടെന്ന് ഉൾക്കൊള്ളാവുന്നതോ ഗ്രഹിക്കാവുന്നതോ കേട്ടിരിക്കാവുന്നതോ ആയ കാര്യങ്ങളൊന്നുമല്ല. അത് വളരെ സീരിയസ് ആയ കാര്യമാണ്. അതായത് കട്ടിയായ വിഷയങ്ങളാണ് അതൊക്കെ. എന്നാൽ ആ വിഷയങ്ങളിലേക്കൊക്കെ കടന്നു വന്ന് ഗൗരവമായ കാര്യങ്ങൾ സംസാരിക്കാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തി. അങ്ങനെ ക്രൂശിൻ്റെ ശത്രുക്കൾ എന്നുള്ള വിഷയമൊക്കെ സംസാരിച്ച് നമ്മൾ മുൻപോട്ട് വന്നു. അതിനിടയിൽ ഈ ക്രൂശിൻ്റെ ശത്രുക്കൾ എന്നുള്ള വിഷയം ഇങ്ങനെ ഗൗരവമായി പറഞ്ഞു വന്നപ്പോൾ ചില പ്രസിദ്ധരായവർ ദൈവവചനത്തെ മറിച്ച് കളയുന്ന കാര്യം നമ്മൾ ചില വീഡിയോ പ്രസൻറ്റേഷനിലൂടെയും മറ്റുമൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തുകൊണ്ട് ആ വിഷയത്തിൻ്റെ ഗൗരവത്തിലേക്ക് വന്നു. അങ്ങനെ വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില സംസാരങ്ങൾ വരാനിടയായി. അതായത് അങ്ങനെയുള്ള ചില ശുശ്രൂഷകരെ നമ്മൾ ആക്ഷേപിക്കുന്ന രീതിയിലാണോ സംസാരിച്ചതെന്ന് ചിലർക്ക് സംശയം തോന്നിയപ്പോൾ, അതായത് പറഞ്ഞു വരാൻ കാരണം ഈ കാലഘട്ടത്തിലെ ഒരു ട്രെൻഡാണ്. തലയിലെ മുടിയൊക്കെ കൊഴിഞ്ഞു പോകുന്ന ആളുകൾ മുടിയൊക്കെ വച്ചു പിടിപ്പിക്കുന്ന ഒരു രീതി. പുരുഷന്മാരുടെ കാര്യമാണ് പറഞ്ഞത്. സ്ത്രീകൾക്ക് വേറെ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഈ മുടി വെച്ച് പിടിപ്പിക്കുന്ന വലിയ പണച്ചെലവുള്ള കാര്യമാണ്. എല്ലാവരെയും കൊണ്ടും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു പ്രസിദ്ധനായ ശുശ്രൂഷകനൊക്കെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻകാല വീഡിയോയും പിന്നെയുള്ള വീഡിയോയും നമ്മൾ കണ്ടപ്പോൾ ഒരു സർക്കാസം എന്ന നിലയിൽ നമ്മൾ പറയായിരുന്നു, നേരത്തെ ഇതൊക്കെ കൊഴിഞ്ഞു പോയതാ, പിന്നെ എങ്ങനെയൊക്കെയോ വെച്ച് പിടിപ്പിച്ചെന്ന് നമ്മൾ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞതാ. അത് ഒറ്റ സെൻറ്റൻസ് പറഞ്ഞു വിട്ടു. പക്ഷേ അവിടെ ഇടയിലുള്ള ആളുകൾ അതിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ ചോദിച്ചപ്പോൾ പിന്നെ നമുക്ക് കാര്യമായിട്ട് പറയേണ്ടി വന്നു. ഒരു പുതിയ നിയമ ക്രിസ്ത്യാനി തൻ്റെ ശരീരം സമർപ്പിക്കേണ്ടതാകുന്നു. ശരീരത്തിൻ്റെ സമർപ്പണത്തിൻ്റെ പ്രാധാന്യത ദേഹം മാത്രമല്ല, ദേഹിയും ആത്മാവും എല്ലാം ബലിപീഠത്തിലായിരിക്കണം. അങ്ങനെ സവിസ്തരം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിന് നമ്മൾ നമ്മുടെ യൂട്യൂബ് സൈറ്റിൽ ഒരു പ്ലേലിസ്റ്റ് തന്നെ തുറന്നു വെച്ചിട്ടുണ്ട്. ശരീരത്തിൻ്റെ സമർപ്പണം എന്നുള്ള ആ ഒരു വിഷയം. ആരെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് പിടിച്ച് പോവുകയാണെങ്കിൽ ധാരാളം പ്രസംഗങ്ങൾ യൂട്യൂബിലുണ്ടല്ലോ. അപ്പോൾ അതിനിടയിൽ പോയി തപ്പിത്തേടി അലയണ്ട. ഈ ടൈറ്റിൽ കണ്ടിട്ട് അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കാം. അതങ്ങനെ സവിസ്തരം നമ്മൾ പറഞ്ഞ് മുൻപോട്ട് വരുന്നതിനിടയിൽ നമ്മുടെ നാട്ടിൽ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഈ പറഞ്ഞ പ്രസിദ്ധരൊക്കെയായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ വൈറലായി. അതിനോടനുബന്ധിച്ച് നമുക്ക് ചില കാര്യങ്ങളിങ്ങനെ സംസാരിച്ച് വരേണ്ടി വന്നു. സമകാലീന വിഷയങ്ങളല്ലേ, ചുറ്റും ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ ഒന്നോ രണ്ടോ വാക്കൊക്കെ നമ്മളും പറയും.
അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകൾ ചോദ്യങ്ങളുമായി വരും. ചോദ്യങ്ങൾ വരുന്നതിനെ നമ്മൾ അലോസരപ്പെടാറില്ല, നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ചോദ്യങ്ങൾക്ക് കഴിവതും മറുപടി കൊടുക്കാനായിട്ട് ശ്രമിക്കും. അതായത് ജെനുവിനാണെങ്കിൽ, നിലവാരമുള്ള ചോദ്യങ്ങളാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി അത് നാളെ പ്രയോജനം ചെയ്യുമെന്ന് നമുക്ക് ബോധ്യം വന്നാൽ നിശ്ചയമായും അതും ഒരു പഠന വിഷയമാക്കി എടുക്കും. അപ്പോൾ അങ്ങനെ ഇത്തരം ന്യൂജൻ പാസ്റ്റർമാരെ നിങ്ങൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല, അവരെ ഉൾക്കൊള്ളണ്ടേ, മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് എണ്ണണ്ടേ എന്നൊക്കെ ചോദിച്ചു വന്നപ്പോൾ നമ്മൾ അതിന് കുറേ വാക്യങ്ങളൊക്കെ മുൻപിലേക്ക് കൊണ്ടുവന്നു. അതായത് ഈ സുവിശേഷത്തെ മറിച്ച് കളയുന്ന കാര്യത്തെക്കുറിച്ച് ഗലാത്ത് ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. അതേസമയം 2 കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഗലാത്ത് ലേഖനത്തിൽ പറയുന്നത് ഞങ്ങൾ അറിയിച്ച സുവിശേഷത്തിന് വിരുദ്ധമായി മറ്റൊരു സുവിശേഷം അറിയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനെന്നാണ്. അതായത് രക്ഷയ്ക്ക് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം മാത്രം പോരാ, ഒരു ജാതിയൻ ഈ രക്ഷയിലേക്ക് വരണമെങ്കിൽ അവൻ ആദ്യം മോശയുടെ ന്യായപ്രമാണ പ്രകാരം പരിച്ഛേദനയൊക്കെ ഏറ്റ് യഹൂദ പശ്ചാത്തലത്തിലൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് അങ്ങനെയാണ് ഗോൽഗോഥായിൽ എത്തേണ്ടത് എന്നൊക്കെയുള്ള ആ ഒരു തത്വത്തെയാണ് പൗലോസ് ഗലാത്ത് ലേഖനത്തിലൂടെ ഖണ്ഡിക്കുന്നത്. അതേസമയം 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നുണ്ട് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ കുറിച്ച്. അവിടെ പറഞ്ഞു വരുമ്പോൾ അതായത് അതിൻ്റെ തൊട്ടു മുകളിൽ ആ അധ്യായം തുടങ്ങുന്നത് തന്നെ യേശുക്രിസ്തു എന്ന ആത്മമണവാളനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അവിടെ മണവാട്ടിയെയും കുറിച്ച് പറയുകയാണ്. അതായത് മണവാളനോടുള്ള പറ്റുമാനത്തിൽ നിന്ന്, ഏകാഗ്രതയിൽ നിന്ന് മണവാട്ടിയുടെ ശ്രദ്ധ തിരിക്കുവാൻ പാകത്തിന് തോട്ടത്തിൽ വന്ന പാമ്പ് ഉപായത്തിൽ നിങ്ങളെയും ചതിച്ചോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അതിന് മുകളിലുള്ള വാക്യങ്ങൾ പറയുന്നത്. എന്നിട്ട് 4-ാം വാക്യത്തിൽ പറയുകയാണ് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു സുവിശേഷം. അപ്പോൾ മറ്റൊരു സുവിശേഷവും മറ്റൊരു ക്രിസ്തുവും മറ്റൊരു അഭിഷേകമൊക്കെ അവിടെ നമുക്ക് കാണാൻ കഴിയും. അത് ഈ ലോകത്തിലേക്ക് നമ്മളെ തിരിച്ചുകൊണ്ട് പോകുന്ന സുവിശേഷമാണ്. ആദ്യം പറഞ്ഞത് ന്യായപ്രമാണത്തിലേക്ക് തിരിച്ചുകൊണ്ട് പോകുന്ന കാര്യമാണ് ഗലാത്ത് ലേഖനത്തിൽ പറഞ്ഞത്. ഇവിടെ ഈ കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോൾ പറയുന്നത് ഈ ലോകത്തിൻ്റെ ചങ്ങാതിയാകാനായിട്ട് നമ്മളെ വഴി മാറ്റി വിടുന്ന സുവിശേഷങ്ങൾ, അതാണ് മറ്റൊരു സുവിശേഷവും ആ സുവിശേഷത്തിലൂടെ പുറത്തു വരുന്ന മറ്റൊരു ക്രിസ്തുവും. അത് സാത്താൻ്റെ ക്രിസ്തുവും അത് സാത്താൻ്റെ സുവിശേഷവുമാണ്. അത് കൊരിന്ത്യരോട് പൗലോസ് പറയുകയാണ് യഥാർത്ഥ ശുശ്രൂഷകൻ നസറായനായ യേശുക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത്, അഥവാ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ. ആ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവർ ക്രൂശിൻ്റെ വഴിയാണ് നമുക്ക് തുറന്നു തരുന്നത്. ആ വഴി ചെന്നെത്തുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിലാണ്. അത് ഉത്തരഗിരിയായ സിയോനിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് യഥാർത്ഥ വേലക്കാർ, സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിക്കുന്നവരും നിങ്ങളെ ശുശ്രൂഷിക്കുന്നവരുമായവർ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിനാണ് പൗലോസ് പറയുന്നത്, എഫേസ്യരോട് പറയുന്നത്, അതായത് പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കുന്നില്ല, പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ സത്യങ്ങൾ സത്യങ്ങളായിട്ട് പറയുന്ന കാര്യം അവിടെ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പെന്തിക്കോസ്റ്റും ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റും എന്നൊക്കെയുള്ളൊരു കാര്യം വിശദമായി പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ഒരാഴ്ച കൊണ്ട് പറഞ്ഞ് തീരുമെന്നൊക്കെ വിചാരിച്ചെങ്കിലും അങ്ങനെയൊന്നും തീർന്നില്ല. ഇപ്പം തന്നെ അത് ആഴ്ചകളായി, 3, 4, 5 ആഴ്ചകൾ തന്നെ മുന്നോട്ട് പോയിരിക്കുന്നു. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് കൊണ്ടുവന്നത് യഹൂദ രാജാവായ ആസയുടെ മകൻ യഹോശഫാത്ത് അങ്ങ് ഇസ്രായേൽ രാജാവായ ഉമ്രിയുടെ മകൻ ആഹാബുമായി സംബന്ധം കൂടാൻ പോയ കാര്യമാണ്. അങ്ങനെ സംബന്ധം കൂടാൻ പോയപ്പോൾ ആ സംബന്ധത്തിന് ആശീർവാദം കൊടുക്കാൻ പാകത്തിന് 400 പ്രവാചകന്മാർ, അവരൊക്കെ യഹോവയുടെ പ്രവാചകന്മാർ തന്നെയാണ്, 400 പേരാണ് അണിനിരന്നത്. പ്രാർത്ഥിക്കാനും അന്യഭാഷ പറയാനും ചാടാനും ചവിട്ടാനും ഓടാനും ഒക്കെ ആയിട്ട് ഇവരെങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. അവരെല്ലാം ഒരേ ഭാഷയിൽ ഒരേ രീതിയിലാണ് എല്ലാം പറഞ്ഞത്. എന്നാൽ അതിനിടയിൽ വേറിട്ട ശബ്ദമായി ദൈവത്തിൻ്റെ പ്രവാചകനായ മീഖായാവ് കടന്നു വരികയാണ്. ഈ 400 പേര് പറഞ്ഞതിനും വിരുദ്ധമായ രീതിയിലാണ് മീഖായാവ് പറയുന്നത്. ഇത്രയും നേരം നമ്മൾ ഒരു സമയം വേർതിരിച്ചിരിക്കുകയായിരുന്നല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ പറയാനും പങ്കുവയ്ക്കുവാനുമായിട്ട്. ആ സമയത്ത് പലരും പറയായിരുന്നു നമ്മളിവിടെ കേൾക്കുകയും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത കാര്യങ്ങൾ പിന്നത്തേതിൽ പലരുമായിട്ടും അതുപോലെ അവരൊക്കെ പോകുന്ന പ്രാദേശിക സഭകളിലെ വിശുദ്ധന്മാരുമായിട്ടൊക്കെ പങ്കുവയ്ക്കുവാൻ ശ്രമിച്ചപ്പോൾ അവരിൽ പലരും ഇത് ഞങ്ങൾ പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്നതിനോട് ഒക്കുന്നില്ലല്ലോ എന്ന് പറയാനിടയായിരുന്ന കാര്യം കേട്ടല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം മെജോറിറ്റി ഒരു ട്രാക്കിൽ തന്നെയാണ് എല്ലാവരും പോകുന്നത്. എല്ലാവരും ഭൂമിയിലെ കാര്യങ്ങൾ ചിന്തിച്ച് അതിനനുസരിച്ച് ഇങ്ങനെ ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഉയരത്തിലെ കാര്യങ്ങൾ ചിന്തിക്കുന്നവർ ആവക കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ജനത്തിനത് ഒരു അസ്വസ്ഥതയായിരിക്കും, അവർക്ക് കേട്ടാൽ മനസ്സിലാകില്ല. അവിടെ മീഖായാവിൻ്റെ ശബ്ദവും ആളുകൾക്ക് ഒരു അസ്വസ്ഥതയായിട്ടാണ് ഫീൽ ചെയ്തത്. എനിവേ, ദൈവത്തിൻ്റെ ദാസൻ മീഖായാവിൻ്റെ ശബ്ദം
ആ രാജാക്കന്മാർ വേണ്ട വിധത്തിൽ കൈക്കൊണ്ടില്ല. അവർ യുദ്ധത്തിന് പോയി യഹോശഫാത്ത് ഒരു പ്രകാരത്തിൽ കഷ്ടി രക്ഷപ്പെട്ട് തിരിച്ചു പോന്നെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതേസമയം ഇസ്രായേൽ രാജാവായ ആഹാബിൻ്റെ ശവമാണ് തിരിച്ചു കൊണ്ടുവന്നത്. ദൈവത്തിൻ്റെ ദാസൻ്റെ ശബ്ദം കേൾക്കാൻ കൂട്ടാക്കിയില്ല. അവർ കേട്ട ശബ്ദങ്ങൾക്കനുസരിച്ച് മുൻപോട്ട് പോയി അത് ദുരന്തത്തെ പര്യവസാനിച്ചു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ അവസാനിപ്പിച്ചത്. എന്നാൽ ഇന്ന് യഹൂദ രാജാവായ യോഥാമിൻ്റെ മകൻ ആഹാസുമായി ബന്ധപ്പെട്ട് മറ്റൊരു സംബന്ധത്തെക്കുറിച്ച് പറയാനായിട്ട് നമ്മൾ താല്പര്യപ്പെടുകയാണ്. മറ്റൊരു സംബന്ധത്തെക്കുറിച്ച്. ആ സംബന്ധം എന്ന് പറയുന്നത് അതങ്ങ് അശൂർ രാജാവായ തിഗ്ലത് പിലേസറുമായിട്ടുള്ള ഒരു സംബന്ധമാണ്. അശൂർ എന്ന് പറയുന്നത് ഇന്നത്തെ മോഡേൺ ഇറാഖുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളൊക്കെയാണ് അശൂറുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ തിഗ്ലത് പിലേസറുമായി ബന്ധപ്പെട്ട് ആഹാസ് ഒരു സംബന്ധത്തിലേക്ക് വന്നു. ഈ കാര്യം മുന്നമേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമാണ്. ഇത് അന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത്തിരി സ്പീഡിലാണ് പറഞ്ഞു പോയത്. ഇന്ന് ഈ കാര്യത്തിലേക്ക് ഒന്നുകൂടെ ഒന്ന് കടന്നു വരാനായിട്ട് താല്പര്യപ്പെടുകയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം തുറന്നു വെച്ചിട്ടാണ് ഈ വിഷയം നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട് വീണ്ടും ഈ വിഷയം എടുത്തെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് പെന്തിക്കോസ്റ്റും ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റും എന്നുള്ളതാണല്ലോ. അപ്പോൾ ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റിൻ്റെ രീതിയും ശൈലികളും, അതേസമയം പെന്തിക്കോസ്റ്റ് എങ്ങനെയായിരിക്കണം, പെന്തിക്കോസ്റ്റ് ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഉത്തരവുണ്ട്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെ പറയുമായിരുന്നു. എന്നാൽ എങ്ങനെ ആയിരിക്കണമെന്നുള്ളത് നിങ്ങൾക്ക് ഈ വചനം കേൾക്കുമ്പോൾ മനസ്സിലാക്കാം. നിങ്ങൾക്ക് ആ ഒരു ഉത്തരത്തിലേക്ക് എത്തിച്ചേരാം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ യഹോശഫാത്ത് ആഹാബുമായി സംബന്ധം കൂടിയ കാര്യം സൂചിപ്പിച്ചു. ഇന്ന് നമ്മൾ പറയുന്നത് ആഹാസ് അശൂർ രാജാവുമായി സംബന്ധം കൂടാൻ പോയ കാര്യമാണ്. അപ്പോൾ സമകാലീന സംഭവങ്ങളെല്ലാം ചേർത്ത് വെച്ച് നിങ്ങൾ ചിന്തിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യേണ്ടതുണ്ട്. അതിന് ഞാൻ ഇങ്ങനെ ചുരുക്കി പറയാം. ആത്മാവിൽ ആരംഭിച്ച് ജഡത്തിൽ അവസാനിക്കുന്നു. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിലൊരു വാക്യമാണ്. എത്ര സ്പഷ്ടമായിട്ടാണ് അപ്പോസ്തലൻ കാലങ്ങൾക്ക് മുമ്പ് അത് എഴുതി വെച്ചത്. നിങ്ങൾ ഇത്ര വേഗം ട്രാക്കിൽ നിന്ന് പോയോ എന്ന് അവരോട് ചോദിക്കുന്നത്. നിങ്ങൾ ആത്മാവിൽ ആരംഭിച്ച് ഇത്ര വേഗം ജഡത്തിന് വശംവദരായോ, അല്ലെങ്കിൽ ജഡത്തിന് കീഴ്പ്പെട്ടു പോയോ എന്ന ചോദ്യമാണ്. അതൊരു ഭയങ്കര ചോദ്യമാണ്. ആത്മാവിലല്ലേ ആരംഭിച്ചത്? ആത്മാവിലുള്ള പ്രസംഗം കേട്ടിട്ടല്ലേ അവർ സത്യവിശ്വാസത്തിലേക്ക് വന്നത്? അങ്ങനെയുള്ള അവർ ഇപ്പോൾ ജഡത്തിൽ വീണിരിക്കുകയാണ്. ജഡത്തിൻ്റെ ചിന്തകളുമായിട്ട് പോവുകയാണ്. ആ ജഡത്തിൻ്റെ ചിന്തകളുമായി ബന്ധപ്പെട്ട ആഴത്തിലുള്ള പഠനമാണ് ഗലാത്യ ലേഖനത്തിൽ ഈ 3-ാം അധ്യായം കഴിഞ്ഞ് 4, 5 അധ്യായങ്ങളിലേക്കൊക്കെ വരുമ്പോൾ, 6-ാം അധ്യായത്തിൻ്റെ ഏതാണ്ടൊരൊടുവിൽ 14-ാം വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എനിക്ക് പ്രശംസിക്കാനുള്ളത് കർത്താവിൻ്റെ ക്രൂശിൽ മാത്രമാണ്. അവനാൽ ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട വാക്യമാണ്. വിശുദ്ധന്മാർ അത് എത്രയോ ഗൗരവത്തിലെടുക്കേണ്ട വാക്യങ്ങളാണ്. ഈ യാത്രയിൽ, നമ്മളുടെ ഈ 70 ഏറിയാൽ 80 ഉള്ള ഈ യാത്രയിൽ ക്രൂശുമായി ബന്ധപ്പെട്ടുള്ളൊരു യാത്രയാണ്. ഇന്നും എനിക്ക് പറയാനുള്ളതും അല്ലെങ്കിൽ മേലാൽ പറയാനുള്ളതും കഴിഞ്ഞ നാളുകളിൽ പറയാൻ ഞാൻ പരിശ്രമിച്ചതും വിജയിച്ചു എന്ന് എനിക്ക് അത്ര വലിയ ഒരു ഉറപ്പില്ല. അതെല്ലാം ക്രൂശിനെ കുറിച്ചാണ്. കർത്താവിൻ്റെ ക്രൂശിനെ മുൻനിർത്തിക്കൊണ്ടല്ലാതെ നമുക്ക് ഒരു പഠനമില്ല. എല്ലാ പഠനത്തിലേക്ക് പോയാലും, ഏത് വെളിപ്പാട് പുസ്തകം പഠിച്ചാലും, ഏത് ഉൽപ്പത്തി പുസ്തകം പഠിച്ചാലും ഈ ക്രൂശ് മുൻപിൽ വെച്ചിട്ടാണ് നമ്മൾ മുൻപോട്ട്, അതായത് വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോകുന്നതും പിന്നിലേക്ക് അഥവാ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകുന്നതും. അതിൻ്റെ സെൻട്രൽ പോയിന്റിൽ എന്താ ഇരിക്കുന്നത്? ക്രൂശ്. അവിടെയാണ് നമ്മൾ യഥാസ്ഥാനപ്പെട്ട ഇടം. അവിടെയാണ് നമ്മൾ സറണ്ടർ ചെയ്യപ്പെട്ടത്. അവിടെയാണ് നമ്മുടെ വീണ്ടെടുപ്പ് നടന്ന ഇടം. പാപികളായിരുന്ന നമ്മെ, വിജാതീയരായിരുന്ന നമ്മെ, അതായത് യാതൊരു പ്രത്യാശയ്ക്കും പ്രതീക്ഷയ്ക്കും വകയില്ലാതിരുന്ന നമ്മെ ആ ക്രൂശ് മുഖാന്തരം, അവിടെ ചിന്തിയ രക്തമുഖാന്തരം ശുദ്ധീകരിച്ച്, ഇതൊക്കെ വിശുദ്ധന്മാർ ഓർക്കേണ്ട കാര്യങ്ങളാണ്. തുടങ്ങിയ സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ വർഷാവസാനത്തെ മാസം ഞാൻ കടന്നുപോയ ചർച്ചുകളിലും സംസാരിച്ച മറ്റ് പ്ലാറ്റ്ഫോമുകളിലും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവരോടൊക്കെ പറയാനായിട്ട് പരിശ്രമിച്ചത്. അങ്ങനെ പറഞ്ഞ സ്ഥലങ്ങളിൽ എല്ലാവർക്കും ഒന്നും അത് സന്തോഷമായി എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എനിക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അവർക്ക് സന്തോഷമായോ ഇല്ലയോ എന്നുള്ളതല്ല, നമുക്ക് അവരെ അറിയിക്കാനുള്ള കാര്യം ഇതാണ്. ആ ക്രൂശിനെ കുറിച്ചാണ്. ഒരു സ്ഥലത്ത് പോയപ്പോൾ 86-ാം സങ്കീർത്തനത്തിലൊരു വാക്യമാ വായിച്ച് കേൾപ്പിച്ചിട്ട് അവിടെ നിന്ന് ചില സെഷനുകൾ സംസാരിച്ചത്.
അതായത് എന്നോടുള്ള നിൻ്റെ ദയ എത്ര വലുത്, നീ എന്നെ അധമപാതാളത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. അതിൻ്റെ കൂടെ എബ്രായ ലേഖനം കൂടെ ചേർത്ത് വെച്ചാലോ? യെസ്, അതിന് കൂടെ എബ്രായ ലേഖനം 6-ാം അധ്യായം കൂടെ ചേർത്ത് വെച്ച് എങ്ങനെ പറയും? ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയാണ്. അപ്പോൾ എന്നോടുള്ള നിൻ്റെ ദയ എത്ര വലുത്, നീ എൻ്റെ കണ്ണ് തുറന്നിരിക്കുന്നു. ആ സ്വർഗീയ ദാനം അഥവാ രക്ഷ, അതാണ് അവിടെ സ്വർഗീയ ദാനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ രക്ഷയെ ആസ്വദിക്കുവാൻ, നമ്മൾ ആ രക്ഷയെ ആസ്വദിക്കാൻ പ്രാപ്തരായത് നമ്മുടെ കർത്താവ് മരണം ആസ്വദിച്ചപ്പോഴാണ്. അവൻ മരണത്തിൻ്റെ ഇടത്തേക്ക് നടന്നുപോയി. അവൻ മരണം ടേസ്റ്റ് ചെയ്തെന്നാണ് എബ്രായർ 2:9 വായിക്കുന്നത്. മരണം രുചിച്ചെന്നുള്ളതാണ്. അങ്ങനെ കർത്താവ് മരണം രുചിച്ചപ്പോൾ നമുക്ക് രക്ഷ രുചിക്കാൻ കഴിഞ്ഞു. അത് ഭയങ്കര സംഭവമാണ്. നമ്മളിൽ ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം പേരും പ്രായപൂർത്തിയായവരാണ്. 15 വയസ്സുകാരനും 12 വയസ്സുകാരനൊന്നും ഇവിടെ ഇരിപ്പില്ല. അല്ല, ഇനി രക്ഷിക്കപ്പെട്ട 12 വയസ്സുകാരനും 15 വയസ്സുകാരനും ആണെങ്കിൽ അവരിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇല്ലേ? ഏത് പ്രായത്തിലാണ് രക്ഷിക്കപ്പെടുന്നതെങ്കിലും രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ തൽക്ഷണം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയല്ലേ? ഒറ്റ ദിവസം കൊണ്ട് ബൈബിൾ മുഴുവൻ പഠിച്ചില്ലെങ്കിലും അവരുടെ ഉള്ളത്തിൽ ആത്മാവിൻ്റെ മന്ത്രണം ഇല്ലേ? നീ ഒരു പാപിയായിരുന്ന നിന്നെ കർത്താവ് വീണ്ടെടുത്ത വിധങ്ങൾ ഇങ്ങനെയാണ് എന്ന് അവനെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കില്ലേ? ഊണിലും ഉറക്കത്തിലും, അവൻ കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും എല്ലായ്പ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും എങ്ങനെ എന്നു വേണ്ട എല്ലാ വിധത്തിലും പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചുണർത്തും. അതുകൊണ്ടാണ് ഞാൻ പോയ സ്ഥലങ്ങളിൽ വിശുദ്ധന്മാരോട് ഈ കാര്യം പറയാനിടയായത്. എന്തിനാ ഇതൊക്കെ പറഞ്ഞത്? ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇന്ന് ജഡത്തിൽ എത്തിച്ചേർന്ന ഒരു സാഹചര്യമാണ്. ആത്മാവിലുള്ള ആരാധനയെക്കുറിച്ച് ബഹുഭൂരിപക്ഷത്തിനും അറിയില്ല. അതുപോലെ നമ്മുടെ ശുശ്രൂഷകരിൽ 99% എന്ന് പറയുന്നത് കടന്ന പ്രയോഗമാണ്. ഒരു 90% കൂട്ടിയേക്കാം. ഒരു 90%നും ഈ ദൈവസന്നിധി എന്ന വിഷയത്തിൻ്റെ ഗൗരവം അറിയില്ല. എൻ്റെ ദൈവമേ, ഈ 90% എന്നൊക്കെ പറയും. എത്രയോ സീനിയർ പാസ്റ്റർമാരും പ്രായമുള്ളവരും ഒക്കെ. ആ സീനിയർ പാസ്റ്റർമാരിൽ പലർക്കും മനസ്സിലാകാത്തതെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെയും ജൂനിയറിനൊക്കെ കുറേയൊക്കെ ഒരു ദൈവഭയം കാണുമായിരിക്കും. ഈ സീനിയർ പാസ്റ്റേഴ്സിനൊക്കെ എന്തെങ്കിലും ദൈവഭയം ഉണ്ടെങ്കിൽ ഞാനൊരു സൂചന നിങ്ങളുടെ മുമ്പാകെ തരാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാളക്കരയിലെ പ്രസിദ്ധനായ ഒരു പൊളിറ്റീഷ്യൻ, യൗവനക്കാരനായ ഒരു പൊളിറ്റീഷ്യൻ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ മല കയറാൻ പോയി. അവരുടെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ആ മല. അദ്ദേഹം ആ മലയൊക്കെ കയറി തിരിച്ചു വന്നപ്പോൾ ആളുകൾ ഭയങ്കരമായിട്ട് ബഹളം വെച്ചു. ഇതിനു മാത്രം ബഹളം വയ്ക്കുന്നത്? ആ പൊളിറ്റീഷ്യൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭാസമൂഹം, അവരുടെ ഒരു സമൂഹം ഉണ്ടല്ലോ, ആ സമൂഹം അതിനൊന്നും ഒരു വിലക്ക് കൽപ്പിക്കുന്നില്ല. അതൊന്നും അവരുടെ ബൈലോയിലുണ്ട്, അതൊക്കെ തെറ്റാണെന്ന്. പക്ഷെ പ്രായോഗികമായ അവരുടെ പുരോഹിതന്മാരും മേൽപ്പട്ടക്കാരും അതെല്ലാം ഫോളോ ചെയ്യുന്നവരാണ്. അവരവിടെയൊക്കെ വഴിപാട് കൊടുത്തയക്കുകയും അവിടുത്തെ അരവണ പായസമൊക്കെ മേടിച്ച് ഭക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന സൈസ് ആൾക്കാരാണ് അവർ ആ വിഗ്രഹങ്ങളുടെയൊക്കെ മുമ്പിൽ കുമ്പിടുന്നവരാണ്. പിന്നെ ഈ പാവം പിടിച്ച ഈ പൊളിറ്റീഷ്യൻ MLA കുഞ്ഞിനെ എന്തിനാ ആളുകൾ ചീത്ത പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ അവരുടെ ആൾക്കാർ കാണിച്ചു കൊടുത്തതല്ലേ പുള്ളി കാണിക്കുന്നത്, അല്ലാതെ പുള്ളി പെട്ടെന്ന് കണ്ടുപിടിച്ച കാര്യമൊന്നും അല്ലല്ലോ. പുള്ളി അതിനു മുമ്പ് തിരുവനന്തപുരത്തെ ഒരു പ്രസിദ്ധമായ ക്ഷേത്രത്തിൽ അദ്ദേഹം പോയി അവിടെ കുമ്പിട്ടു. പഴവങ്ങാടിയിലുള്ള ഒരു ക്ഷേത്രത്തിൽ കുമ്പിട്ടു. അത് പ്രസിദ്ധമാണ്, വളരെ പ്രസിദ്ധമാണ്. പൊളിറ്റീഷ്യൻസ് എല്ലാം ചെന്ന് കുമ്പിടുന്ന സ്ഥലമാണ്. പിന്നീട് നെയ്യാറ്റിൻകരയ്ക്ക് അടുത്ത് ഒരു ക്ഷേത്രത്തിൽ അദ്ദേഹം തുലാഭാരം നടത്തി. മണർകാട് ഒരു ക്ഷേത്രത്തിൽ തന്നെ അദ്ദേഹം തുലാഭാരം നടത്തി. അങ്ങനെ 1-2 സ്ഥലത്തൊക്കെ തുലാഭാരമൊക്കെ നടത്തി. ഇതൊക്കെ എല്ലാവരും കണ്ടതാ, സകല ആൾക്കാരും കണ്ടതാ. അതൊക്കെ കണ്ടിട്ട് എല്ലാവരും വോട്ടൊക്കെ ചെയ്തത്. പിന്നെ പെട്ടെന്ന് എന്താണോ ഒരു വിപ്ലവമൊക്കെ ഉണ്ടായി വന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അതൊന്നുമല്ല. നമ്മുടെ ബാബുമോൻ അവിടെ പോയി കുമ്പിട്ടതോ മല കയറിയതോ ഇരുമുടിക്കെട്ട് വെച്ച് പോയതോ ഒന്നുമല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ കുറേ ഉപദേശിമാരിരിക്കുന്ന ഒരു കൺവെൻഷൻ ഈ അടുത്തിടയ്ക്ക് കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി ഭാഗത്ത് നടന്നു. ആ കൺവെൻഷനിൽ നമ്മുടെ പ്രിയപ്പെട്ട ബാബുമോൻ കടന്നു വന്നപ്പോൾ, ബാബുമോനോ ഇരിക്കട്ടെ, അപ്പം നമ്മുടെ പ്രിയപ്പെട്ട ബാബുമോൻ കടന്നു വന്നപ്പോൾ അവിടെ വളരെ പ്രസിദ്ധനായ ഒരു ഉപദേശി നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഉപദേശി പെട്ടെന്ന് അദ്ദേഹത്തോട് 1-2 വാക്ക് പറഞ്ഞിട്ട് അവിടെ ഇരുത്തുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു AK-47 നിന്ന് പെട്ടെന്ന് എടുത്തിട്ട് ഈ അജ്മൽ കസബ് വെടിപൊട്ടിച്ച പോലെ പെട്ടെന്ന് അങ്ങ് വെടിപൊട്ടിച്ചു. ചുമ്മാ ഒരു തോക്കാണേലും വേണ്ടില്ല, മറ്റേ തോക്കിൽ നിന്നാണ് പൊട്ടിച്ചത്. അത് പെട്ടെന്ന് തുരുതുര അങ്ങ് വെടിവെച്ചപ്പോൾ പെന്തിക്കോസുകാർക്ക് എല്ലാം ആകെ ഒരു അലോസരമായി. അപ്പോൾ 2 ചേരിയായി പെന്തിക്കോസ് ലോകം. അവർ ചോദിക്കുന്നത് ഇങ്ങനെയാണോ വെടിവെക്കുന്നത്?
അത് പതിയെ ഉണ്ടയെടുത്തിട്ടിട്ട് പതിയെ ട്രിഗർ ഇങ്ങനെ വലിച്ച് പതിയെ അങ്ങോട്ട് വലിച്ച് ഇങ്ങോട്ട് വലിച്ച് അങ്ങനെയൊക്കെ വലിച്ച് ഒരു സാവകാശത്തിൽ മൃദുവായിട്ടല്ലേ വെടിവെക്കേണ്ടതെന്ന്. ഇങ്ങേരുടെ കയ്യിലിരിക്കുന്ന തുപ്പാക്കിയിൽ ഇങ്ങേര് വെച്ച വെടി അങ്ങനെയല്ല വേണ്ടതെന്ന്. അപ്പോൾ എൻ്റെ പല സ്നേഹിതന്മാരും എനിക്ക് ആ വീഡിയോ ഒക്കെ അയച്ചു തന്നിട്ട് അവരെല്ലാം 99% സ്നേഹിതരും അതിനോട് വിയോജിച്ച് തന്നെയാണ് ഇടപെട്ടത്. അപ്പോൾ ഞാനതിന് ആരോടും ഒന്നും പറഞ്ഞില്ല. അപ്പോൾ എൻ്റെ ഒരു കമൻറ്റ് അവർ പ്രതീക്ഷിച്ചു. ഇതിനോടുള്ള ബന്ധത്തിൽ ഒരാളോട് ഒരു കമൻറ്റും പറയാൻ പോയില്ല, യാതൊന്നും പറയാൻ പോയില്ല. എന്നാൽ ഇന്നൊരു കമൻറ്റ് പറഞ്ഞേക്കാം. കമൻറ്റ് ഈ ഉപദേശി വെടിവെച്ചത് എങ്ങനെയാണെന്നുള്ളതല്ല വിഷയം. വെടിവെച്ച് നമ്മുടെ ബാബുമോനെ ഒറ്റയടിക്ക് വെടിവെച്ച് വീഴ്ത്തിയോ അതെയോ ഘട്ടം ഘട്ടമായിട്ട് വെടിവെച്ച് വീഴ്ത്തിയോ ഇതിനൊന്നുമല്ല ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. ബാബുമോനെ സംബന്ധിച്ച് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ചട്ടമോ പ്രമാണമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും അദ്ദേഹം ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിൻ്റെ കയ്യിലും നിക്കിയ വിശ്വാസ പ്രമാണത്തിൻ്റെ പ്രിൻ്റഡ് കോപ്പി ഉണ്ടെന്നാണ് പറയുന്നത്. 1934 ഭരണഘടന അവരുടെ കയ്യിലുണ്ട്. അതേസമയം നിക്കിയ വിശ്വാസ പ്രമാണത്തിൻ്റെ പ്രിൻ്റഡ് കോപ്പിയുണ്ട്. അത് നല്ലതാണ്. കോപ്പി കയ്യിലുണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഞാൻ അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗത്തിൽ ഓർത്തഡോക്സിൽ ഒരു പുരോഹിതനോടുള്ള ബന്ധത്തിൽ മറുപടി കൊടുത്തപ്പോൾ പറഞ്ഞു, നിക്കിയ വിശ്വാസ പ്രമാണം ഏറ്റു പറഞ്ഞുകൊണ്ട് അദ്ദേഹം നമ്മുടെ ബാബുമോൻ മല കയറിപ്പോയി എന്നുള്ള കാര്യം ഒരു പ്രസംഗത്തിൽ പറയാനിടയായി. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇതൊന്നും ഒരു വലിയ സബ്ജക്റ്റ് അല്ല. അതിനെ പിടിച്ച് പെന്തിക്കോസുകാരൊന്നും തല പുണ്ണാക്കി തല പുകഞ്ഞ് ഉള്ള മുടിയൊക്കെ കറുപ്പിച്ച് കളയണ്ട, അല്ലല്ലോ, ഉള്ള മുടിയൊക്കെ വെളുപ്പിച്ച് കളയാതിരിക്കുക. അതൊക്കെ അവരുടെ സൗകര്യത്തിൽപ്പെട്ട കാര്യമാണ്. നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ കമൻറ്റ് എന്താണെന്നറിയാവോ? ഈ AK-47 കയ്യിലുള്ള ഉപദേശിയും അവിടെ നിരന്നിരിക്കുന്ന ഉപദേശിമാരുടെ കയ്യിലൊക്കെ ഈ വെറും സാധാ തോക്കുണ്ട് എല്ലാവരുടെയും കയ്യിൽ. അവിടെ പിൻനിരയിലിരിക്കുന്ന ഉപദേശിമാരുടെ കയ്യിലെല്ലാം വെറും സാധാരണ തോക്കുണ്ട്, ഇന്ത്യൻ നിർമ്മിത തോക്ക്. ഇങ്ങേരുടെ കയ്യിൽ ഇങ്ങനെ പ്രസംഗത്തിന് വിളിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പുള്ളിയുടെ കയ്യിൽ AK-47 ഉള്ളതുകൊണ്ടല്ലേ. അപ്പോൾ AK-47 ഉള്ള പുള്ളിയും ചുമ്മാ തുപ്പാക്കിയുള്ള ഉപദേശിമാരെല്ലാം നിരന്നിരിക്കുന്ന സ്ഥലത്തേക്ക് ബാബുമോൻ ഓടിക്കേറി വരിക. നമ്മുടെ ഉപദേശി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദൈവവചനം ഘോഷിക്കാൻ തുടങ്ങുകയാണ്. ദൈവവചനം, ജീവനുള്ള ദൈവത്തിൻ്റെ വചനം ഘോഷിക്കാൻ തുടങ്ങുകയാണ്. അദ്ദേഹം പറഞ്ഞു വന്ന ആരാ? അദ്ദേഹം ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനാണ്, അഭിഷിക്തനാണ്. അവിടെ ദൈവസാന്നിധ്യമുണ്ട്. കാരണം അവിടെ നിരനിരയായിട്ട് ഇരിക്കുന്നതെല്ലാം അഭിഷിക്തന്മാരാണ്. നമ്മളുടെ വിശ്വാസത്തിൻ്റെ രീതി അനുസരിച്ച് ദൈവം തൻ്റെ ദാസനിലൂടെ തൻ്റെ ജനത്തോട് സംസാരിക്കാൻ പോവുകയാണ്. തൻ്റെ ജനത്തോട് മാത്രമല്ല പൊതുലോകത്തോട് സംസാരിക്കാൻ പോവുകയാണ്. കാരണം അതൊരു പൊതുയോഗമാണ്. അപ്പോൾ പൊതുയോഗത്തിലാണ് പ്രസംഗിക്കുന്നത്. തന്നെയല്ല, വിശുദ്ധന്മാർ ധാരാളം അവിടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ രണ്ട് രീതിയിൽ ദൈവവചനം വെളിപ്പെടും. വിശുദ്ധന്മാർക്കുള്ള വചനവും പൊതുലോകത്തോടുള്ള ബന്ധത്തിൽ സുവിശേഷ സത്യങ്ങളും അവിടെ വെളിപ്പെടും. ഏതായാലും അവിടെ ദൈവത്തിൻ്റെ ദാസനിലൂടെ ദൈവശബ്ദം പുറപ്പെടാൻ തുടങ്ങുന്ന നിമിഷങ്ങളാണ്. അവിടേക്കാണ് ഓടിക്കതച്ചു വരുന്നതും അവിടെയാണ് ഈ ദൈവദാസന്മാരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെ പിടിച്ചിരുത്തുന്നതും ഒക്കെ. അതൊക്കെ നമ്മുടെ ഉപദേശിമാർ തിരിച്ചറിയണമെങ്കിൽ ഒരു 2000 കൊല്ലം കൂടെ കഴിയേണ്ടി വരുമായിരിക്കും. 2000 കൊല്ലം കൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചറിയുമായിരിക്കും. മനസ്സിലാക്കുക, ആ പൊളിറ്റീഷ്യനായ യൗവനക്കാരൻ അദ്ദേഹം ഒരു സഭാ സമൂഹത്തിൻ്റെ ഭാഗമാണെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അവരുടെ ആ സഭാ സമൂഹവുമായി ബന്ധപ്പെട്ട് അവരുടെ വലിയ ചർച്ചസ് ഉണ്ട്. പള്ളികളെന്ന് പറയും, നമ്മൾ പള്ളികളെന്ന് പറയും. അവിടെ തൊട്ടടുത്ത് തന്നെ അതിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ പള്ളിയുണ്ട്, പുതുപ്പള്ളി പള്ളി. ആ പുതുപ്പള്ളി പള്ളിയിൽ ഒരു വിശേഷാൽ പ്രോഗ്രാം, അവരുടെ കുർബാന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ പെന്തിക്കോസുകാരും ചെവി തുറന്ന് കേൾക്കണം കേട്ടോ ഞാൻ ഈ പറയുന്നത്. അവിടെ അവരുടെ കുർബാന മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ പ്രസിഡൻറ്റോ ആരും ആകട്ടെ, എത്ര ഉന്നതനും ആകട്ടെ, അവിടേക്ക് കടന്നു വന്നാൽ ആ കുർബാന ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യില്ല. ആ മദ്ബഹായിലേക്കോ ആ ത്രോണോസിൻ്റെ പരിസരത്തേക്കോ ഒന്നും ഇന്ത്യയുടെ പ്രസിഡന്റിനെയോ പ്രധാനമന്ത്രിയോ ഒന്നും കയറ്റില്ല. അവിടെ നിയമിക്കപ്പെട്ട മേൽപ്പട്ടക്കാർ മാത്രമാണ് അവിടെ ശുശ്രൂഷയ്ക്ക് കടന്നു വരുന്നത്. പിന്നീട് അവരെ സഹായിക്കാനുള്ള സഹായ വൃന്ദങ്ങളുണ്ട്. ആ സഹായ വൃന്ദങ്ങൾക്ക് അവിടെ കടന്നു വരാം എന്നുള്ളതല്ലാതെ ആ കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ആ മദ്ബഹായിലിരിക്കുന്ന മൈക്കുണ്ടല്ലോ, അവിടെ നിന്നുകൊണ്ട് 2 വാക്ക് പറയാനൊന്നും ഒരിക്കലും അവരവസരം കൊടുക്കില്ല. കാത്തലിക്സും കൊടുക്കില്ല, ഈ പറഞ്ഞ ആളുകളൊന്നും കൊടുക്കില്ല. അതേസമയം പെന്തിക്കോസുകാരെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെ ഒരു പള്ളിയില്ല, അങ്ങനെ ഒരു മദ്ബഹായില്ല, അങ്ങനെ ഒരു ശ്രീകോവിലില്ല. അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ഏറ്റവും സീരിയസ് ആയ കാര്യം എന്താ? ദൈവവചനം ഘോഷിക്കുന്ന അവസരങ്ങളാണ്. കർത്താവിൻ്റെ വചനം ഘോഷിക്കുവാൻ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ നിരനിരയായിട്ട് നിൽക്കുമ്പോൾ അവിടെ വലിയ ദൈവസാന്നിധ്യമാണ്. ആ ദൈവസാന്നിധ്യത്തിൽ അവർ ദൈവജനത്തോട് സംസാരിക്കാൻ നിൽക്കുകയാണ്. ആ പ്ലാറ്റ്ഫോമിലേക്ക് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട അഭിഷേകത്തിൽ നിൽക്കുന്നവരല്ലാത്ത ഒരാൾക്ക് അതിനകത്തേക്ക് കയറി വരാൻ കഴിയില്ല.
അപ്പോൾ വലിയ ചോദ്യം ഉയർന്നു വരും. ചോദ്യം എന്താ? നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ, പൊളിറ്റീഷ്യൻസ്, അവരൊക്കെ ഏറ്റവും ശ്രേഷ്ഠരല്ലേ, ബഹുമാന്യരല്ലേ, ബഹുമാനിക്കപ്പെടേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മളതിന് തർക്കം പറയില്ലെന്നേ. നിശ്ചയമായും അവരെല്ലാം ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. അവിടെ കൂടിയിരിക്കുന്ന ഏതൊരു വ്യക്തിയേക്കാളും അവർ ആദരണീയരാണ്, ബഹുമാന്യരാണ്. ആ കാരണത്താൽ അവിടെ ആ സ്റ്റേജിന് താഴെ അവർക്ക് ഏറ്റവും മനോഹരമായ നിലയിലുള്ള കുഷ്യൻ സോഫാകളോ എന്നു വേണ്ട, എങ്ങനെ ഇരുത്താവോ നിങ്ങൾക്ക് കഴിയുന്നതിൻ്റെ ലെവൽ ബെസ്റ്റ് അവരെ അവിടെ ഇരുത്തുക. അവർക്ക് മൈക്ക് കൈമാറാനായിട്ട് സാധ്യമല്ല. കാരണം ഇവിടെ ദൈവവചനം ഘോഷിക്കുന്ന സ്ഥലമാണ്, ദൈവ സാന്നിധ്യമാണ്. ഇവിടെ ഉപദേശി പ്രസംഗിക്കുന്ന സ്ഥലമാണെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് കൊടുക്കാം. ഇവിടെ ദൈവശബ്ദമല്ല, ഉപദേശിയുടെ ശബ്ദമാണ് പുറപ്പെടുന്നതെങ്കിൽ, ദൈവ സാന്നിധ്യം അവിടെ ഇല്ലെങ്കിൽ, ദൈവത്തിൻ്റെ കാര്യപരിപാടി അവിടെ നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിശ്ചയമായും മൈക്ക് കൊടുക്കുമോ, എന്നാ വേണേലും പറയിപ്പിക്കുക അവരെ കൊണ്ട്. രണ്ട് തരം പരിപാടി നടക്കില്ലെന്ന് ജീവനുള്ള ദൈവം താൻ തെരഞ്ഞെടുത്ത തൻ്റെ അഭിഷിക്തന്മാരിലൂടെ തൻ്റെ ജനത്തോട് സംസാരിക്കാൻ ഇറങ്ങി നിൽക്കുകയാണ് അവിടെ. ഇത് സീനിയർ പാസ്റ്റർമാരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുമോ? ഒരിക്കലും മനസ്സിലാകില്ല. അവർ നാടോടുമ്പോൾ നടുവേ ഓടുകയാണ്. കാരണം അവർക്ക് ഈ ഭൂമി ജീവിച്ചു പോകണം. നല്ലൊരു ശവാടക്കൊക്കെ കിട്ടി ഈ ഭൂമിയിൽ നിന്ന് 4 ആളെ കൊണ്ട് നല്ലത് പറയിപ്പിച്ച് ഇവിടുന്ന് പോകണം. അവർ മരിച്ചു കഴിയുമ്പോൾ അവിടെ ശവപ്പെട്ടിക്കകത്ത് സൈഡിലിങ്ങനെ ഞാൻ നല്ല പൂർവ്വരുതി ഓട്ടം തികച്ചു എന്നുള്ള ആ വാക്യമൊക്കെ പ്രിൻ്റ് ചെയ്ത് അതങ്ങനെ മേടിക്കാൻ കിട്ടും നമുക്ക്. പിന്നെ 10,000, 5,000, 10,000 കൊടുത്താൽ നല്ല പെട്ടി കിട്ടും. 10,000, 50,000 കൊടുത്താൽ കിട്ടുമെന്ന് എനിക്ക് തോന്നണേ. അങ്ങനെ നല്ല പെട്ടി മേടിക്കാൻ കിട്ടും. അതിനകത്ത് ഈ വാക്യം സൈഡിൽ പ്രിൻ്റ് ചെയ്യുക. പിന്നെ എന്തായാലും അന്ന് വരുന്ന ഉപദേശിമാരൊക്കെ തകർക്കുമല്ലോ, അവരും ഇത് ഏറ്റു പറയും. പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ ഇവർ ജീവിതം കൊണ്ട് വിളിച്ചു പറയുന്നില്ല ഞാൻ നല്ല പോർവരുതി ഓട്ടം തികച്ചെന്ന്. അങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ വലിയ പ്രാഗൽഭ്യം വേണം. അതിന് ഇങ്ങനത്തെ ചങ്ങാത്തങ്ങളും ഇങ്ങനത്തെ പരിപാടിയൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പിന്നെ വാക്യമൊക്കെ ചുമ്മാ പറയാം, അതിനകത്തൊന്നും ഒരു സിംഹഗർജനം ഉണ്ടാകില്ലെന്നീ, അതിനകത്തൊന്നും ഒരു ശക്തി ഉണ്ടാകില്ല അല്ലേ? ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു സിംഹഗർജനമല്ലേ? ആ സിംഹഗർജനം ഉണ്ടാകണമെങ്കിൽ വിശുദ്ധിയും വേർപാടും പാലിക്കണം. നാടോടുമ്പോൾ നടുവേ ഓടരുത്. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്താ, ബാബുമോനെ പൊങ്കാലയിടാൻ നടക്കാതെ നമ്മുടെ ഉപദേശിമാരുടെ കണ്ണ് തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയ ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരാൾ ഓടിക്കേറി വരുന്നു. പുള്ളി പിന്നെ അവിടെ നിന്ന് മുണ്ട് മടക്കി കുത്തിക്കൊണ്ടൊക്കെ പോകാൻ ശ്രമിക്കുന്നു. എന്തെല്ലാമൊക്കെ ഭാഷകളാണ് പിന്നെ നടക്കുന്നത്. അങ്ങനെയൊക്കെയാണോ ദൈവവചനം ഘോഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക്? അങ്ങനെയൊന്നും സാധിക്കില്ല സഹോദരങ്ങളെ. അതൊന്നും ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയല്ല. ഈ കാര്യം വളരെ ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ദൈവസന്നിധി എന്നുള്ളൊരു വിഷയവും ദൈവ സാന്നിധ്യവും അതുപോലെ ഈ ടാബർനാക്കളും യെരൂശലേം ദൈവാലയം ഒക്കെ മുൻപിൽ വെച്ചുകൊണ്ട് സമഗ്രമായൊരു പഠനത്തിലേക്കും വിശദീകരണത്തിലേക്കും വന്നെങ്കിൽ മാത്രമേ ഈ വക കാര്യത്തിൻ്റെ ഗൗരവമൊക്കെ മനസ്സിലാകുകയുള്ളൂ, ഈ വക കാര്യങ്ങളുടെയൊക്കെ ഗൗരവം മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ ദൈവവചനം ഘോഷിക്കാൻ നിൽക്കുമ്പോൾ അത്ര സീരിയസ് ആയ കാര്യമാണ്. അത് ഈ തലമുറയ്ക്ക് മനസ്സിലാകുന്നില്ല. ഈ തലമുറ അലക്ഷ്യമാക്കിയാണ്. അവരവരുടെ കഴിവിലും അവരുടെ മിടുക്കിലും ആശ്രയിച്ചുകൊണ്ട് അവർ വചനം പ്രസംഗിക്കാൻ ആരംഭിക്കുന്നു. ഒരു റിസൾട്ടും ഇല്ലല്ലോ. റിസൾട്ട് എന്താ ഉള്ളത്? ഈ ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ കൺവെൻഷനുകളിൽ മുടക്കുന്നതെന്നാണ് കേൾക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ ബഡ്ജറ്റാണെന്നൊക്കെ കേൾക്കുന്നത്. ഈ വിഷയങ്ങളൊക്കെ നമ്മൾ എന്തുകൊണ്ടാണ് ഊന്നി പറയുന്നത്? നമ്മുടെ സമൂഹത്തിൻ്റെ നടുവിൽ നിന്ന് ദൈവസാന്നിധ്യം പോയിപ്പോയിരിക്കുന്നു. ആത്മാവിൽ ആരംഭിച്ച സമൂഹമാണ്, വളരെ സ്ട്രിക്റ്റായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. ഇന്നത് ജഡത്തിൽ വീണ് കഴിഞ്ഞു. ഇന്ന് ആർക്കും കയറി വരാം, ആർക്കും എന്തും പറയാം. അങ്ങനെ പറയുന്നവർ അടുത്ത സ്ഥലത്ത് പോയിട്ട് വേറെ പലതും അവർ പിന്നെ പറയുന്നത്, പിന്നെ അവരിവിടെ വരുന്നു. അങ്ങനെ ഒരു ചങ്ങാത്തമാണ്, ഒരു ചങ്ങാത്തം. ആ ചങ്ങാത്തത്തിലേക്കാണ് ഞാനിപ്പോൾ പറഞ്ഞു വരാൻ പോകുന്നത്. ഇങ്ങനൊരു വിഷയം നമ്മൾ സംസാരിക്കാനുണ്ടായ സാഹചര്യം 3-4 ആഴ്ചയായിട്ട് പെന്തിക്കോസ്തും ന്യൂ ജനറേഷൻ പെന്തിക്കോസ്തും എന്നുള്ളൊരു കാര്യം പറഞ്ഞ് മുൻപോട്ട് വരികയായിരുന്നു. അങ്ങനെയൊക്കെ പറയാനുണ്ടായ സാഹചര്യം ഈ അടുത്ത കാലത്ത് കോട്ടയത്ത് വലിയ ഒരു മാമാങ്കം, അങ്ങനെയൊക്കെ പറയുന്നത് മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ അലോസരമായിരിക്കും. പക്ഷേ അതല്ലാതെ വേറെ വാക്കുകളില്ല, വേറെ മാർഗമില്ല. വിശ്വാസത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ, വിശ്വാസത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ 2 രാജാക്കന്മാർ 16-ാം അധ്യായം തുറന്ന് വെച്ചിട്ട് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചില വാക്കുകളൊക്കെ ഞാനിങ്ങനെ പറയുന്നത് എന്താ, ഇത്ര കട്ടിയായിട്ട് സംസാരിക്കുന്ന എന്താണെന്നൊക്കെ പുതുതായിട്ട് കേൾക്കുന്നവർക്ക് തോന്നും. അവരെ എനിക്ക് തൃപ്തിപ്പെടുത്താനൊന്നും കഴിയില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ ഓരോ ആഴ്ചയിലും ഓരോരോ മനുഷ്യരുടെ വിഷയങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പലതരം ആളുകളാണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നതും
അവരുടെ ജീവിതാനുഭവങ്ങൾ പറയുന്നതും, അല്ലെങ്കിൽ മറ്റു ചിലരുടെ ജീവിതാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വേറെ ചിലരിൽ നിന്നൊക്കെ കേൾക്കുകയാണ്. അതായത് വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു ഫാമിലി വളരെ വർഷങ്ങളായിട്ട് മഞ്ഞ് പെയ്യുന്ന രാജ്യത്താണ് അവർ ജോലി ചെയ്യുന്നത്. അവർക്ക് 2 മക്കളുണ്ട്, പെൺമക്കളാണ്. അതിൽ ഒരു മകൾ MBBS പഠിക്കുന്നു, മഞ്ഞ് പെയ്യുന്ന രാജ്യത്ത് തന്നെയാണ്. അപ്പം ആൾക്കാരെല്ലാം പറയുന്നത് ഇവർ ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ടു, അവർ വിശ്വാസത്തിൽ വന്ന് ആരാധിക്കുന്ന ആ ഒരു സമൂഹത്തിൽ തന്നെയാണ് ഞാനും വിശ്വാസി വന്ന് ആ സഹോദരനെ അവിചാരിതമായിട്ട് ഒരിക്കൽ എനിക്ക് കാണാൻ കഴിഞ്ഞു നാട്ടിൽ വന്നപ്പോൾ. കാരണം എൻ്റെ ഒരു സ്നേഹിതനുമായിട്ട് അതുവഴി പോയപ്പോൾ അദ്ദേഹത്തിന് അവിടെ കയറി അവരുമായിട്ട് സംസാരിക്കേണ്ടതുണ്ട്. കാരണം അവർ വളരെ ക്ലോസ് ഫ്രണ്ട്സാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ കടന്നു ചെന്ന് കുറച്ച് നേരമൊക്കെ സംസാരിച്ചപ്പോൾ ഇദ്ദേഹം ആ സമൂഹത്തെക്കുറിച്ചും അവരുടെ പാസ്റ്റർമാരെക്കുറിച്ചൊക്കെ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, അത്രയൊന്നും പറയണ്ട, നിങ്ങൾ ഇതൊക്കെ കാണുന്നതിനേക്കാളും അപ്പുറമായിട്ട് ഇതൊക്കെ കണ്ടയാളാണ് ഞാൻ. ആ സംഘടനയും അതിൻ്റെ നേതൃത്വവും അതൊക്കെ എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ നന്നായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് അതൊക്കെ വിട്ടിട്ട് നമുക്ക് വേറെ ഗുണകരമായ കാര്യം പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കുറേയൊക്കെ പറഞ്ഞെങ്കിലും അവസാനം ഞാൻ പറഞ്ഞ സ്ഥലത്ത് തന്നെ വന്നു. പുള്ളി പല കാര്യങ്ങളും സമ്മതിക്കേണ്ടി വന്നു. എനിവേ, ഇപ്പോൾ തുറന്നങ്ങ് പറയുക, അദ്ദേഹത്തിൻ്റെ മകൾ ഒരു ഇന്ത്യക്കാരനായ ഒരു ഹൈന്ദവനുമായിട്ട് വിവാഹം ഉറപ്പിച്ചു. ആരാ ഉറപ്പിച്ചതെന്ന് ചോദിച്ചാൽ അവൾ തന്നെ അങ്ങ് ഉറപ്പിച്ചു. അപ്പോൾ അവൾ തന്നെ ഉറപ്പിച്ചിട്ട് വിളിച്ചു പറഞ്ഞു, ഡാഡ്, ഞാൻ എൻ്റെ കല്യാണത്തിലേക്ക് നീങ്ങുകയാണ്. കാരണം ഈ പെങ്കൊച്ച് മഞ്ഞ് പെയ്യുന്ന രാജ്യത്ത് ജനിച്ചതാണ്. അമ്മയപ്പന്മാർ നാട്ടിൽ നിന്ന് ചേനയും ചേമ്പും ചെറുകിഴങ്ങും തിന്നിട്ട് പോയതാണെങ്കിലും ഈ മക്കളിപ്പോൾ മഞ്ഞ് പെയ്യുന്ന രാജ്യത്തുണ്ടായതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ തിന്നിട്ട് പോയ അമ്മയപ്പന്മാരുടെ മക്കൾ മഞ്ഞ് പെയ്യുന്ന രാജ്യത്തുണ്ടായി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ദൈവവും വേണ്ട, ദൈവത്തിൻ്റെ വചനവും വേണ്ട, ഒന്നും വേണ്ട. നാട്ടുകാർ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ, ഇവർ അനുഗ്രഹിക്കപ്പെട്ടവരാന്നാണ്. സ്വസ്ഥത മുഴുവൻ പോയില്ലേ? ആ സബ്ജക്റ്റ് നമ്മുടെ മുമ്പിൽ വന്നതിൻ്റെ കാരണം എന്താ? പ്രാർത്ഥിക്കണം, അവളെ ഒന്ന് മടക്കി കൊണ്ടുവരണം. എങ്ങനെ മടക്കി കൊണ്ടുവരാനാ? അപ്പോൾ അതിന് ഞാനൊരു സൊല്യൂഷൻ പറഞ്ഞു. ഒരു പക്ഷേ അവൾ മടങ്ങി വരാൻ സാധ്യതയുണ്ട് അമ്മയപ്പന്മാർ സറണ്ടർ ചെയ്താൽ. നിങ്ങൾ ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്യണം, ദൈവവചനം അനുസരിക്കാൻ തയ്യാറാകണം. എന്നേക്കാളധികം അപ്പനെയോ അമ്മയോ മക്കളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ലെന്നുള്ള വചനം ഏറ്റെടുക്കണം. ഹൃദയത്തിൽ മുഴുവനും മക്കളാ. അവരെ ഡോക്ടറാക്കണമെന്നോ മറ്റതാക്കണമെന്നോ മറിച്ചതാക്കണമെന്നൊക്കെയുള്ള സ്വപ്നങ്ങൾ പേറി ഇങ്ങനെ നടക്കുക. അങ്ങനത്തെ സ്വപ്നങ്ങൾ തെറ്റാണോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനത്തെ സ്വപ്നത്തിൻ്റെ ആവശ്യമില്ലെന്നേ. വചനം പറയുന്നത് എന്താ? മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കാനല്ലേ. കുട്ടികളെ പഠിപ്പിക്കുക, ദൈവഹിതം മനസ്സിലാക്കുക, അതിനനുസരിച്ച് അവരെ മുന്നോട്ട് വിടുക. അതിനു മുമ്പ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? എന്നേക്കാൾ അധികം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. അത് പരിശോധിക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ കാരണം എന്താ? ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ നടക്കുന്ന ഇടത്തിലല്ല നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾ ജീവിക്കുന്നത് മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്ന പെന്തിക്കോസ് സഭയിലാണ്. മിസ്റ്റർ, ശ്രദ്ധിച്ച് കേൾക്കണം. താങ്കൾ പോകുന്ന ചർച്ച് എന്ന് പറയുന്നത് അനദർ ജീസസിനെ പ്രസംഗിക്കുന്ന സ്ഥലമാണ്. അവിടെ ഇടുകുടുക്കേ ചോറും കറി എന്ന് പറയുമ്പോൾ ഇങ്ങനെ കമഴ്ത്തിയിടുന്ന അങ്ങനത്തെ യേശുവിനെയാണ് അവർ പരിചയപ്പെടുത്തുന്നത്. മെറ്റീരിയൽ ബ്ലെസ്സിങ് തരുന്ന യേശു. ആ യേശുവിനെ അല്ല ഇവിടെ ഞങ്ങൾ ആ യേശുവിനെയല്ല യഥാർത്ഥ ദൈവദാസന്മാർ പ്രസംഗിക്കുന്നത്. ആ യേശുവിനെയല്ല, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ്. ആ ക്രിസ്തു നടന്ന വഴിയാണ് അവർ തുറക്കുന്നത്. ആ വഴി ആ പെങ്കൊച്ച് പാവം അവൾ ഒരിക്കലും കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. അവളെ എങ്ങനെയാണ് നമ്മൾ കുറ്റം പറയുന്നത്? അവൾ മഞ്ഞ് പെയ്യുന്ന രാജ്യത്ത് ജനിച്ചെന്നല്ലേ ഉള്ളൂ. അതൊരു കുറ്റമാണോ? അത് അവളുടെ കുറ്റമല്ല. ഹിന്ദു പയ്യനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൾക്ക് പ്രിയം തോന്നി, അതും കുറ്റമാണോ? എന്ത് കുറ്റന്നേ? 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിച്ച സമയത്ത് ബലമായിട്ട് പിടിച്ച് സ്നാനപ്പെടുത്തി വിട്ടു, അതൊരു കുറ്റമാണോ എന്ന് ചോദിച്ചാൽ ഇതൊന്നും എനിക്കറിയില്ല. ബലപ്രയോഗത്തിലുള്ള സ്നാനങ്ങളാണ്, ഒരുതരം മതപരിവർത്തനം പോലെ അതൊക്കെ. അവർ രക്ഷാനുഭവത്തിലേക്ക് വരണമെങ്കിൽ ക്രൂശിൻ്റെ വചനങ്ങൾ പ്രസംഗിക്കണം. സുവിശേഷം എന്ന കലപ്പ അവരുടെ ഹൃദയത്തിലൂടെ കടന്നു പോകണം, ഉഴുതുമറിക്കപ്പെടണം. അത് സംഭവിച്ചിട്ട് സ്നാനപ്പെടുത്തണം. അതുകൊണ്ടാണ് ആ പയ്യനെ കണ്ടപ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹം അവളെ നിർബന്ധിക്കാതെ പോയത്. അവൻ്റെ സ്നേഹം അവളെ നിർബന്ധിക്കുകയാണ്. അവന് വേണ്ടി തേംസ് നദിയിലേക്ക് എടുത്തിയാടാൻ അവൾ റെഡിയാണ്. അവന് വേണ്ടി തേംസ് നദിയിലേക്ക് എടുത്തിയാടാൻ വരെ അവൾ തയ്യാറാണ്. പക്ഷെ ക്രിസ്തുവിൻ്റെ സ്നേഹം അവളെ നിർബന്ധിക്കുന്നില്ല ബലിപീഠത്തിലേക്ക് വരാനായിട്ട്. അങ്ങനെ ഒരു പ്രസംഗം അവൾ കേട്ടിട്ടില്ലെന്നേ. അവൾ പോകുന്ന അവൾ കഴിഞ്ഞ നാളുകളിൽ പോയ ചർച്ചിലും ഇപ്പോൾ ഈ പഠിക്കാൻ പോയത് കുറച്ചും കൂടെ 2 മണിക്കൂറൂടെ ഫ്ലൈ ചെയ്ത് പോകേണ്ട ഒരു പട്ടണത്തിലാണ്. അവിടെ ഒന്നും ഒരു ചർച്ചിലും പോകുന്നില്ല. സൺഡേയിലേ എങ്ങും പോകുന്നൊന്നുമില്ല. അതെന്താ പോകാത്തെന്ന് ചോദിച്ചാൽ മോക്ക് ക്ഷീണമാണെന്നാണ് പറയുന്നത്. ക്ഷീണമാണ്, പഠിച്ച് ക്ഷീണമാണ്. ഇപ്പോഴോ മറ്റേ ചെറുക്കനിപ്പോൾ ക്ഷീണമൊക്കെ മാറ്റി കൊടുത്തോളൂ.
എനിവേ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ വരുന്നത് സഹോദരങ്ങളെ. ഇണയല്ല പിണകളോടുള്ള ബന്ധത്തിലാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. കുട്ടികൾക്കൊക്കെ ലാഘവത്വമാണ്. ആത്മീയം എന്ന് പറഞ്ഞാൽ അത്ര സീരിയസ് ഒന്നുമല്ല പലർക്കും. അടുത്തൊരു കാര്യം, സൗത്ത് കേരളയിലുള്ള ഒരു വാത്സല്യ സഹോദരി പറയായിരുന്നു, 10-25 വർഷത്തിനടുത്തായി വിശ്വാസ വഴി വന്നിട്ട് ഒരു പ്രധാനപ്പെട്ട ചർച്ചിൽ 100-200 പേർക്കടുത്തുള്ള വലിയൊരു ചർച്ചിലെ മെമ്പേഴ്സാണ്. തൻ്റെ ഭർത്താവ് ഈ കഴിഞ്ഞ ദിവസം മറ്റൊരു ഡോക്ടറിനുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞ ആ തെറ്റായ ഉപദേശം കേട്ട് അതിൽ പോയി സ്നാനപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം ഇപ്പോൾ കിടന്ന് ബഹളമാണ്, എന്നെയും കൂടെ പിടിച്ചു അതിൽ കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ. അപ്പോസ്തലന്മാർ അങ്ങനെയാണ് പറഞ്ഞത്, അപ്പോസ്തലന്മാർ ഇങ്ങനെയാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് മക്കൾ എത്ര പേരാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇത്ര മക്കളാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ മകൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. മകൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മറ്റോ സ്നാനപ്പെട്ടതാ. ഇപ്പോഴോ ചർച്ചിലൊക്കെ വന്നിട്ട് ഒത്തിരി കാലങ്ങളായി. അവൻ മദ്യപിക്കും, അത്യാവശ്യം പുകവലിക്കും, എല്ലാം ചെയ്യും. ചർച്ചിൽ വന്നിട്ട് ഒത്തിരി വർഷങ്ങളായി. അതെന്താ അങ്ങനെ? അവന് ഈ കാര്യത്തോടൊന്നും അത്ര വലിയ താല്പര്യമില്ല. അവനങ്ങനെ അകലം വിട്ട് നടക്കുന്ന ഒരു പ്രകൃതക്കാരനാണ്. അവനിതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും കണ്ടെത്തിയില്ലെന്നേ. അവനെന്തെങ്കിലും കണ്ടെത്തിയാലല്ലേ ഇവിടെ നിൽക്കേണ്ട ആവശ്യമുള്ളൂ. അവൻ്റെ മുമ്പാകെ ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ചൊന്നും ആരും ഒന്നും പറഞ്ഞില്ല. ഒരു 10-25 വാക്യമുണ്ട് സ്നാനത്തെക്കുറിച്ച്. ആ വാക്യങ്ങളെല്ലാം കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഇനി എന്നാ വാക്യങ്ങളാകട്ടോ സ്നാനത്തിൻ്റെ? ഓക്കെ ആയില്ലേ? ഓക്കെ ആയി. മത്തായി 28:18-19 യേശു കർത്താവ് കൽപ്പിച്ചതാണ്. അവിടെ മുതലങ്ങ് തുടങ്ങും. പിന്നെ ഗലാത്യ ലേഖനത്തിലെ വാക്യം ക്രിസ്തുവിനോട് ചേരണം. ഈ വാക്യമൊക്കെ പറഞ്ഞിട്ട് എന്നാ കാര്യം? അവൻ്റെ ഹൃദയം ഉഴുതുമറിക്കപ്പെട്ടില്ല. അവനെ ദൈവരാജ്യ പ്രവേശനത്തിലേക്ക് കൈപിടിച്ച് നടത്തിയില്ല. അതൊന്നും സംഭവിക്കാതെയാണ് അമ്മയപ്പന്മാർ വിശ്വാസത്തിൽ വന്നതിൻ്റെ പുറകിൽ ഈ പാവം കൊച്ചി ഇറക്കനെ പിടിച്ച് സ്നാനപ്പെടുത്തി വിട്ടത്. ഇപ്പോൾ അവന് 28 വയസ്സുണ്ടെന്നാണ് പറഞ്ഞത്. എത്രയോ വർഷങ്ങളായിട്ട് അവൻ അകന്ന് നിൽക്കുക, എത്രയോ വർഷങ്ങളായിട്ട്. ആ ചർച്ചിലൊരു മെമ്പർ എന്നുള്ള നിലയിൽ ആ പയ്യനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു മരണം നടന്ന വീട് പോലെ ആകണ്ടേ ആ സഭ. ആ ലോക്കൽ ചർച്ചിൽ ഒരു മരണം നടന്നതുപോലെയല്ലേ ശരിക്കും പരിഗണിക്കാൻ പറ്റുള്ളൂ. അവരുടെ കൂടെയുള്ള ഒരു പയ്യൻ അവർ വിശ്വാസ വഴിയിലേക്ക് കൊണ്ടുവന്നത്, വന്നോ ഇല്ലയോ എന്തു ആകട്ടെ, അവർ സ്നാനപ്പെടുത്തി എടുത്തൊരു പയ്യനല്ലേ. അവനിന്ന് ആ ചർച്ചിലില്ല. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ആ പ്രസംഗത്തിൻ്റെ ആ ഒരു ഫോർമാറ്റ് ഒന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കിള്ളി ഓരോന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അത്യാവശ്യം വിടുതലും അനുഗ്രഹമൊക്കെയാണ് എല്ലാ ആഴ്ചയിലും. സങ്കീർത്തന പ്രബോധനം വേണേൽ 1.25 മണിക്കൂർ 1.5 മണിക്കൂർ നീണ്ടുപോകും. ദാവീദും ഗോലിയാത്തും ഒക്കെ വരും. ഈ ലേഖനങ്ങളിലൂടെ ക്രിസ്തുവിനെ പരിചയപ്പെടാനോ സുവിശേഷത്തിൻ്റെ കാമ്പും അതിൻ്റെ ആഴവും ഒന്നും ഗ്രഹിക്കാൻ പാകത്തിന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. നോക്കണം, നമ്മൾ ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുകയും ആ കാര്യം അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്നവരാണ്. അതായത് ത്രിയേകനാം ദൈവത്തെ, ഏകസത്യ ദൈവത്തെ തന്നെയാണ് നാം സേവിക്കുന്നത്. ആ സത്യദൈവത്തെ നമ്മൾ പഠിക്കുമ്പോൾ ആ ദൈവത്തിൽ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. 3 ദൈവമല്ല, ഏകസത്യ ദൈവമാണ്. ആ കാര്യം ഒരു സീരിയസ് ആയ സബ്ജക്റ്റ് അല്ലേ. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുകയോ പഠിപ്പിക്കുകയോ ബോധവൽക്കരിക്കുകയോ ചെയ്യാത്തത് കൊണ്ട്, അതായത് രക്ഷ മുതൽ അവർ അറിയണം. പൗലോസ് ചോദിക്കുന്നില്ലേ നിങ്ങളുടെ സ്നാനം ഏതായിരുന്നെന്ന്? എഫേസോസിലെ ആ ശിഷ്യന്മാരോട് ചോദിക്കുന്നില്ലേ നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു സഹോദരങ്ങളെന്ന്? പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവർ കേട്ടിട്ട് പോലും ഇല്ലെന്ന്. അപ്പോൾ നിങ്ങളുടെ സ്നാനം ഏതാണ്? അപ്പം ഞാനോ നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ രക്ഷ ഏതായിരുന്നു? യഥാർത്ഥ രക്ഷയാണെങ്കിൽ ആ രക്ഷയിൽ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം വെളിപ്പെടില്ലേ? പിതാവ് ഒരു പാപി ആകർഷിക്കുകയാണ്. എങ്ങോട്ട് ആകർഷിക്കുന്നത്? പുത്രൻ്റെ ക്രൂശിങ്കിലേക്ക്. അവിടെ പരിശുദ്ധാത്മാവ് പാപബോധം കൊടുക്കുകയാണ് അല്ലേ? മറിയ ചോദിച്ചല്ലേ, ഞാൻ ഈ പുരുഷനെ അറിയായികയാൽ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മറിയയ്ക്ക് കൊടുത്ത മറുപടിയല്ലേ നമ്മൾ എക്കാലത്തും അതിന് മറുപടിയായിട്ട് പറയുന്നത്? അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവിനാൽ ഒരു വിശുദ്ധ പ്രജ, അങ്ങനെയല്ലേ പറഞ്ഞത്? അപ്പോൾ അത്യുന്നതൻ്റെ ശക്തി നിഴലിടണം, പരിശുദ്ധാത്മാവിനാൽ ഹോളി തിങ് നിന്റെ ഗർഭപാത്രത്തിൽ വരും. അവിടെ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തെയാണ് കാണുന്നത്. ഈ കാര്യങ്ങളൊക്കെ പ്രസംഗത്തിലോ പഠിപ്പീരിലോ ഒക്കെ കൊണ്ടുവരണം. അല്ലാതെ അത്യാവശ്യം ജീവിക്കാൻ എല്ലാ സൗകര്യം ഉണ്ടെന്ന് ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ, എന്നാലും ദ്രവ്യാഗ്രഹവും അത്യാഗ്രഹവും മൂത്തട്ട് പാസ്റ്റർമാർക്ക് അതറിയാം. അവരതിനൊപ്പിച്ചുള്ള പ്രസംഗങ്ങളല്ലേ കൊണ്ടുവരുന്നത്. പ്രാർത്ഥന അങ്ങനെയല്ലേ, പാട്ടങ്ങനത്തെയല്ലേ. ഉയർത്തില്ലെന്ന് ശത്രുഗണം ബാധിക്കുമ്പോൾ വൈബ്രേഷൻ ഇട്ട് അടിച്ചുവിടും. നോക്കണം, അതിൻ്റെയൊക്കെ ഉത്തരം എന്താ?
പാപത്തിൻ്റെ പടുകുഴി കിടന്നവനെ കോരിയെടുത്ത് ഉറപ്പുള്ള പാറമേൽ അഥവാ ഹെവൻലി റെലംസിൽ സ്വർഗ്ഗതലത്തിൽ ഇരുത്തിയിരിക്കുക. ഇനി ഏത് ഉയരത്തിലേക്കാണ് പോകുന്നത്? സാമ്പത്തികമായി ഉയരത്തില്ലെന്ന് ശത്രു വാദിക്കുക എന്ന്. ആ പാട്ട് മുകേഷ് അംബാനി പാടുവാണ്, എങ്ങനെ ഇരിക്കും? എൻ്റെ കർത്താവേ ഉയർത്തില്ലെന്ന് ശത്രു വാദിക്കുക എന്ന് പുള്ളി പാടുവോ? അപ്പോൾ അവരെയൊക്കെ ഉയർത്തിയത് ഏത് ദൈവമാണെന്ന് വെച്ചാൽ ആ ദൈവത്തിൻ്റെ പുറകെ പോവല്ലേ വേണ്ടത്? ഈ ജനത്തിന് മുമ്പാകെ ആ ക്രൂശ് വെളിപ്പെടുത്തുകയല്ലേ വേണ്ടത് ശുശ്രൂഷകർ? ക്രൂരമാ സഹോദരങ്ങളെ, ക്രൂരമാണ്. അതായത് ഒരു ഡോക്ടർ അടുക്കൽ ജീവൻ പാതിയായിട്ടിരിക്കുന്ന ഒരു രോഗിയെ കൊണ്ടു ചെല്ലുകയാണെന്ന് വിചാരിച്ചോ. ആ ഡോക്ടർ ആ രോഗിയെ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നു. ഒരു 5-8 നഴ്സുമാർ കൂടെയുണ്ട്. അവളുമാരെല്ലാം കൂടെ കൂടുന്നു, കൈയടിച്ചു ആമയും പറയുന്നു. എല്ലാവരും കൂടെ കൂടി കൊല്ലുക എന്ന് വിചാരിച്ചോ. പുറത്ത് നിൽക്കുന്ന സ്വന്തക്കാരും ബന്ധുക്കളൊക്കെ എന്താ വിചാരിക്കുന്നത്? ഇപ്പം ജീവനോടെ തിരിച്ചു തരുന്ന. എവിടെ? ഇവരെ വേറെ രീതിയിലാണ് കൈകാര്യം ചെയ്തത്. ഞാൻ പറയാൻ പാടില്ലാത്ത കാര്യമാണ്, എങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കടന്ന പ്രയോഗമാണ്. അതുപോലെയല്ലേ ഈ രക്ഷിക്കപ്പെട്ട് വന്നവനെ ഒരു ശുശ്രൂഷകനെ ഏൽപ്പിക്കുക. പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വെക്കരുത്. ഈ ലോകത്തിലെ ഒരു കാര്യം പറഞ്ഞു പോകരുത് അവരോട്. കാരണം ഈ ആട് എപ്പോഴും വഴിതെറ്റും. മിസ്റ്റർ പാസ്റ്റർ, താങ്കൾക്ക് ആടിൻ്റെ സ്വഭാവം അറിയാവോ? ആടിൻ്റെ മുമ്പിൽ അനാവശ്യമായ ഇലകൾ കാണിക്കരുത്. കാണിച്ചാൽ ഉറപ്പായിട്ടും കടിച്ചിരിക്കും. ഈ ലോകത്തിൻ്റെതായ എന്തെങ്കിലും കാണിച്ചാൽ എപ്പോൾ കടിച്ചെന്ന് ചോദിച്ചാൽ മതി. എത്ര ഭക്തിക്കാരാണെങ്കിലും ചാടി കടിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് അവരുടെ മുമ്പിൽ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയരുത്. ഉയരത്തിലെ കാര്യങ്ങൾ മാത്രം പറയുക. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ മെസ്സേജ് ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും എങ്ങനെയാണെന്ന്? ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ പ്രസംഗിച്ചുകൊണ്ട് വേഗം വരുന്ന മണവാളനെ പരിചയപ്പെടുത്തിക്കൊണ്ടായിരിക്കണം മെസ്സേജുകൾ അവസാനിപ്പിക്കേണ്ടത്. പ്രസംഗത്തിൽ എപ്പോഴെങ്കിലും ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് കോട്ട് ചെയ്തിരിക്കണം, പ്രത്യാശ ജ്വലിപ്പിക്കണം. അതൊക്കെയാണ് ശുശ്രൂഷകർ ചെയ്യേണ്ടത്. പ്രശ്നങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെയൊക്കെ പോകുമ്പോൾ റോമാലേഖനം 5-ാം അധ്യായം വായിച്ചു കേൾപ്പിക്കണം. എന്നാ വായിച്ചു കേൾപ്പിക്കുന്നത്? നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നവരാണ് കൊച്ചമ്മയെന്ന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ വാക്യമുണ്ടല്ലോ. 1-ാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർ കഷ്ടങ്ങളിലും പ്രശംസിച്ചിരുന്നു. കാരണം എന്താ? ആ കഷ്ടത നമ്മെ സഹിഷ്ണുതയിലേക്കും, സഹിഷ്ണുത സിദ്ധതയിലേക്കും, സിദ്ധത പ്രത്യാശയിലേക്കും കൊണ്ടുവരികയല്ലേ. ആ വെച്ചിരിക്കുന്ന ആ പ്രോഗ്രാം നോക്കിയേ, അത് ദൈവം വെച്ച വ്യവസ്ഥകളല്ലേ അതൊക്കെ. അതുപോലെ എബ്രായർ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതും പറഞ്ഞു കേൾപ്പിക്കണം. അച്ചായനെ അത് പറഞ്ഞു കേൾപ്പിക്കണം. ആദ്യ നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർ അവർ സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു. സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു. ഈ തലമുറയിൽ നിനക്ക് വീതം കിട്ടിയില്ലേ? നീ എന്തിനാ മുണ്ട് ഇത്രയും പൊക്കി കുത്തുന്നത്? മുണ്ടേ മടക്കി കുത്തുമല്ലോ ആണുങ്ങൾ. അത് അത്രയും പൊക്കി കുത്തണോ? അത്രയും പൊക്കി കുത്തുന്നത് എന്തിനാ? മീശയൊക്കെ പിരിക്കുന്നത് എന്തിനാ? അല്ല, എനിക്കും കൂടി അവകാശപ്പെട്ടതല്ലേ അത്. എന്തവകാശപ്പെട്ടെന്നാണ് പറയുന്നത്? നിൻ്റെ അപ്പൻ രക്ഷിക്കപ്പെട്ടതാണോ? അല്ലല്ലോ. നിൻ്റെ സഹോദരങ്ങൾ ഈ വിശ്വാസ വഴി വന്നവരാണോ? അല്ലല്ലോ. നീ ഒരുത്തൻ മാത്രമല്ലേ ഈ വഴിയിലുള്ളൂ. അപ്പം നിനക്ക് കിട്ടേണ്ട അവകാശം കിട്ടിയില്ലെന്നല്ലേ പറഞ്ഞു വരുന്നത്. ഈ എബ്രായ ലേഖനം 10-ാം അധ്യായം നിൻ്റെ ഉപദേശി നിന്നെ പറഞ്ഞു കേൾപ്പിക്കേണ്ടതായിരുന്നു. സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിക്കണം. ഈ വക കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണ്ടേ? ഇതൊന്നും പറഞ്ഞു കൊടുക്കാതെ സഹോദരങ്ങളെ, വർഷാവസാനത്തെ മെസ്സേജായിട്ടോ ഇത്. എന്ത് ചെയ്യാം? ഇങ്ങനെയാണ് ആത്മാവ് നടത്തുന്നത്. ഞാൻ 2 രാജാക്കന്മാർ തുറന്നു വെച്ചിട്ടാണ് ഇത്രയും വർത്തമാനം പറയുന്നത്. എന്തുകൊണ്ടാണ് പറയാൻ സാഹചര്യം വന്നത്? ഈ യഥാർത്ഥ ഉപദേശം പറഞ്ഞായിരുന്നെങ്കിൽ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആരെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ യേശുനാമക്കാരൻ്റെ കൂട്ടത്തിൽ പോയി സ്നാനപ്പെടില്ലായിരുന്നെന്ന്. മനസ്സിലായോ? ഒരു വീട്ടിൽ 2 തരം ആരാധനയും 2 തരം പരിപാടിയും നടക്കുമോ? അവിടെ ഒരു ദുഃഖത്തിന് കാരണമായി 10-25 വർഷമായിട്ട് വിശ്വാസത്തിൽ നല്ല നിലയിൽ ജ്വലിച്ചു നിന്നതാണ്. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഓർത്തോണം, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. ആർക്കും സംഭവിക്കാം. അപ്പോൾ ഇതെല്ലാം പറയാനുള്ള സാഹചര്യം എന്താ? അരുതാത്ത കൂട്ടുകെട്ടുകളും ബന്ധങ്ങളും ഒക്കെ ആയിട്ട് മുൻപോട്ട് പോകുമ്പോൾ ദൈവസഭയിൽ നിന്ന് ദൈവസാന്നിധ്യം പോകും. ദൈവസാന്നിധ്യം പോയി കഴിഞ്ഞാൽ ജനവും ശുശ്രൂഷകരും ഒക്കെ ആ ഗൗരവത്തിൽ നിന്ന് പോകും. പല കാര്യത്തിലും അവർ സാരമില്ല എന്നുള്ളൊരു നിലയിലേക്ക് പോകും. അതുകൊണ്ടല്ലേ പലപ്പോഴും നമ്മൾ പറയുന്നത്, ലേവ്യ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിലൂടെ പറയാറുണ്ടല്ലോ, നിങ്ങളെൻ്റെ പ്രമാണങ്ങളെ നിസ്സാരമാക്കരുത്. അങ്ങനെ ആക്കിയാൽ അതിലൂടെ പാപവും പാപത്തിൻ്റെ പുറകെ മരണവും വരുമെന്നാണ് എഴുതിയിരിക്കുന്നത്. മരണം കടന്നു വരും. മരണം എന്ന് പറഞ്ഞാൽ വേർപാട്.
ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ പോകും. സദൃശവാക്യത്തിൽ പറയുന്നത് എന്താ? നിങ്ങൾ എൻ്റെ പ്രമാണങ്ങളെ നിങ്ങളുടെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ അല്ലെങ്കിൽ കൺമണി പോലെ സൂക്ഷിക്കണം. കണ്ണിൻ്റെ കൺമണി പോലെ സൂക്ഷിക്കണം. അത്ര ഗൗരവമാണ്. അപ്പോൾ നോക്കണം, തലമുറകൾ പോകുന്ന പോക്ക് കണ്ടോ? എന്തുകൊണ്ടാണ് നമ്മൾ പെന്തിക്കോസ് ന്യൂ ജനറേഷൻ എന്നൊക്കെ പറഞ്ഞു വന്നത്? ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന സമൂഹത്തിനൊരു അങ്ങനെ വ്യവസ്ഥയൊന്നുമില്ല. അവരെ സംബന്ധിച്ച് ആളെ കൂട്ടണമെന്നുള്ളതാണ്. ആൾ കൂടിക്കഴിഞ്ഞാൽ വലിയ സംഭവമാണ് അവർക്ക്. ആൾ കൂടുക, അതുപോലെ മണിക്കൂറുകളോളം അന്യഭാഷ പറയുക. ഒരു കാലത്ത് പെന്തിക്കോസുകാർ മാത്രം പറഞ്ഞിരുന്നൊരു സംഭവമാണ് അന്യഭാഷ. പെന്തക്കോസ്ത് മൂവ്മെൻ്റ് ആരംഭിച്ച കാലഘട്ടത്തിൽ. കാലങ്ങൾ കടന്നുപോയപ്പോൾ സാത്താൻ എല്ലാ നിലകളിലും വഞ്ചിക്കാൻ ആരംഭിച്ചു. അതായത് വേലയ്ക്ക് വിളിയില്ലാത്തവനും സാത്താൻ അഭിഷേകം ചെയ്തവരും ഇതേപോലെയുള്ള ഭാഷയിൽ, അതായത് ദൈവരാജ്യത്തിൽ എന്തെല്ലാം ഉണ്ടോ അതിന് അസൽ ഡ്യൂപ്ലിക്കേറ്റാണ് ലോകരാജ്യം, അതായത് സാത്താൻ്റെ രാജ്യം, അതാണ് ഉദ്ദേശിച്ചത്. അതുപോലെ ദൈവരാജ്യത്തിൽ എന്തെല്ലാം മഹിമകൾ വെച്ചിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും, എല്ലാം ഡ്യൂപ്ലിക്കേറ്റ്. അതുകൊണ്ടാണ് എഫേസ് ലേഖനത്തിൽ പറയുന്നത് ഉപദേശത്തിൻ്റെ ഓരോരോ കാറ്റുകൾ അടിക്കും. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത് അങ്ങനത്തെ കാറ്റടിച്ച് വരുമ്പോൾ, വിവിധങ്ങളായ ഉപദേശങ്ങളും വിവിധങ്ങളായ കാര്യങ്ങളും വരുമ്പോൾ കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കണം, എങ്കിലേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുകയുള്ളൂ. വചനത്തിൻ്റെ തികവിലേക്ക് വരണം, ആത്മാവിൻ്റെ നിറവിലേക്ക് വരണം, ക്രിസ്തു എന്ന തലയോളം വളരണം. നിങ്ങൾ സഭയാം ശരീരത്തിൻ്റെ ഭാഗമായി ഇണങ്ങിച്ചേരണം. നിങ്ങൾ ശിരസിനോട് ചേർന്നിരിക്കണം. ആ അഭിഷേകം ഒഴുകണം താഴേക്ക്. നിങ്ങൾ സഭയാം ശരീരത്തിൻ്റെ ഭാഗമായിരിക്കണം. നിങ്ങൾ ശിരസിനോട് ചേർന്നിരിക്കണം. അതായത് നിങ്ങൾ വചനത്തിൽ വേരൂന്നണം, ക്രിസ്തുവിൽ വേരൂന്നണം. അതിനുതകുന്ന വചനവും അതിനുതകുന്ന രീതിയിലായിരിക്കണം കാര്യങ്ങൾ. അല്ലാതെ ഒന്നും പ്രസംഗിക്കേണ്ട, പറയണ്ട. അപ്പോൾ ആളുകൾ പോവുമെങ്കിൽ പോട്ടെ എന്ന് വെക്കണം. എവിടം വരെ പോവും? പോയ എവിടം വരെ പോവും? ശുശ്രൂഷകരെല്ലാം ആ ഒരു സമർപ്പണത്തിലേക്കും ബോധത്തിലേക്കും വന്നു കഴിഞ്ഞാൽ ഈ ആളുകളൊക്കെ എങ്ങോട്ട് പോകും? പോകാനായിട്ട് ഇത്ര സ്ഥലമല്ലേ ഉള്ളൂ. അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ? ഇപ്പം ഞാൻ എന്താ പറഞ്ഞു വന്നത്? അല്പം മുമ്പ് ഞാൻ പറഞ്ഞൊരു കാര്യം ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുക. ആ കൺവെൻഷൻ നടന്ന സ്ഥലത്ത് ഒരു പൊളിറ്റീഷ്യൻ ദൈവവചനം ഘോഷിക്കുന്ന സ്ഥലത്തേക്ക് ഓടിക്കേറി വന്ന കണ്ടോ? നമ്മളുടെ ശുശ്രൂഷകർ അതിന് അനുവാദം കൊടുത്ത് കണ്ടോ? അങ്ങനെ കൊടുക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ അവർ ഓടിക്കേറി വരുന്നത്. നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്നവരാണെങ്കിൽ, ദൈവവചനത്തിന് ബഹുമാനം കൊടുക്കുന്നവരാണെങ്കിൽ ഈ വരുന്നവരും അത് തിരിച്ചറിയും. നമ്മൾ ആരെന്ന് മറ്റുള്ളവർക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ടെന്നേ. നമ്മൾ ഇത്രയേ ഉള്ളൂ എന്ന് അവർക്കറിയാം. നമ്മൾ കനശാലികളാണെങ്കിൽ അവരും നിൽക്കേണ്ടിടത്തേ നിൽക്കുകയുള്ളൂ, അല്ലാതെ അവരൊന്നും ഓടി തോളത്ത് കൈയിടാൻ വരില്ല. നിങ്ങളൊരു സെക്കൻഡ് ചിന്തിച്ച്, ഏലിയാവ് എന്ന് പറയുന്ന പഴയ നിയമത്തിലെ ഒരു ശുശ്രൂഷകൻ, അദ്ദേഹത്തെ വീണ്ടെടുത്തിരിക്കുന്നത് വെറും ആടിൻ്റെ രക്തം കൊണ്ടാണ്. ചന്തയിൽ നിന്ന് വാങ്ങിച്ച ഒരു ആടിൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത ഒരു വ്യക്തിയല്ലേ ഏലിയാവ്. ഏലിയാവിൻ്റെ തോളത്ത് കൈയിടാൻ ആഹാബിന് ധൈര്യം വരുമോ? അങ്ങനെയൊന്നും ധൈര്യം വരില്ല. അതുപോലൊരു വ്യക്തിയാണ് യോഹന്നാൻ സ്നാപകൻ. ആ യോഹന്നാൻ സ്നാപകൻ്റെ തോളത്ത് കൈയിടാൻ എത്ര പേർക്ക് തോന്നും? അവരൊക്കെ നിലപാടുകളുള്ളവരായിരുന്നു. അവർ കർക്കശക്കാരായിരുന്നു. ദൈവത്തോടുള്ള ബന്ധത്തിൽ അവർ ഉപദേശത്തിലും അവർക്ക് ലഭിക്കപ്പെട്ട പ്രമാണത്തിലും അവർ കർക്കശക്കാരായിരുന്നു, ഗൗരവക്കാരായിരുന്നു. പിന്നെ 400 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പ്രവാചകനെ ഇസ്രായേൽ ജനം കാണുന്നത്, യോഹന്നാൻ സ്നാപകനിലൂടെ. അത് എണ്ണം പറഞ്ഞ പ്രവാചകനെ, ഇതുവരെ ഉണ്ടായതിലും ഏറ്റവും തലപ്പൊക്കമുള്ള പ്രവാചകൻ. ജനം വിറച്ചുപോയില്ലേ? ആ ശബ്ദത്തിന് മുമ്പാകെ അവരുടെ വയറ് കലങ്ങിപ്പോയി പറയുന്നത്. അത്ര വലിയ ശബ്ദമായിരുന്നു. കാഹളനാദത്തിനൊത്ത ശബ്ദമല്ലായിരുന്നു. അത് ആരുടെ ശബ്ദമാണ്? അത് യാഹാം ദൈവത്തിൻ്റെ ശബ്ദമല്ലേ? ശബ്ദം പുറപ്പെടുവിച്ച് യോഹന്നാൻ ആണെങ്കിലും അത് യാഹാം ദൈവത്തിൻ്റെ ശബ്ദമാണ്. അതേ കാര്യം തന്നെയാണ് നമ്മൾ വെളിപ്പാട് ദിവസം 1-ാം അധ്യായത്തിൽ കാണുന്നത്. യോഹന്നാൻ പത്മോസിൽ കാണുന്ന കാഴ്ച, ആ കാഴ്ച അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? കാഹളനാദത്തിനൊത്ത ശബ്ദമാണ് അവിടെ കേൾക്കുന്നത്. കാഹളനാദത്തിനൊത്ത ശബ്ദം. അങ്ങനെ ആ ശബ്ദം കേൾക്കുമ്പോൾ 7 നക്ഷത്രം, ആ കണ്ട രൂപം തേജോമയനായ ക്രിസ്തുവിൻ്റെ കരങ്ങളിലിരിക്കുകയാണ്. 7 നക്ഷത്രങ്ങൾ. ആ 7 നക്ഷത്രം സഭയുടെ ദൂതന്മാരാണ്. എന്ന് വെച്ചാൽ കർത്താവിൻ്റെ അഭിഷിക്തന്മാരെയാണ് ആ നക്ഷത്രങ്ങൾ കാണിക്കുന്നത്. കർത്താവിൻ്റെ കരങ്ങളിലിരിക്കുകയാണ് തൻ്റെ ദൂതന്മാർ, അഥവാ തൻ്റെ അഭിഷിക്തന്മാർ. അവിടെ ഇരിക്കുമ്പോഴാണ് കാഹളനാദം പോലെയുള്ള ശബ്ദം കേൾക്കുന്നത്. പെരുവെള്ളത്തിൻ്റെ ഇരച്ചൽ പോലെയുള്ള ശബ്ദമല്ലേ?
ആ ശബ്ദത്തിൻ്റെ ഉടമയാണ് കരങ്ങളിലെടുത്തിരിക്കുന്നത്. പിന്നെ ഇവരെ ആരെയാണ് പേടിക്കുന്നത്? ഈ ശുശ്രൂഷകരെന്ന് പറയുന്നവർ. ഏത് MLA, ഏത് MPA, ഏത് മുഖ്യമന്ത്രി, ഏത് പ്രധാനമന്ത്രി, എന്ത് പ്രധാനമന്ത്രി, എന്ത് പ്രസിഡന്റ്, ആരുടെ പ്രസിഡന്റ്? ഇവർ ഭയപ്പെടേണ്ടത് ആരെയാ? ഈ കരത്തിൽ വെച്ചിരിക്കുന്നവനെയല്ലേ ഭയപ്പെടേണ്ടത്. അതുപോലത്തെ ശബ്ദമല്ലേ മുഴങ്ങുന്നത്. ആ ശബ്ദമല്ലേ അവരിലൂടെ മുഴങ്ങേണ്ടത്. ആ ശബ്ദമല്ലേ അവരിലൂടെ മുഴങ്ങേണ്ടത്. നോക്കണം, അടിസ്ഥാനങ്ങൾ തന്നെ തെറ്റിപ്പോവുകയാണ്. ഞാൻ 2 ഇൻസിഡൻറ്റ് പിന്നെ പറഞ്ഞു. അവരെയൊക്കെ പറഞ്ഞിട്ട് എന്നാ കാര്യം? ശുശ്രൂഷകരും സമൂഹവും അടിസ്ഥാനങ്ങളിൽ നിന്ന് വഴുതിപ്പോവുകയാണ്. വഴുതിപ്പോയി കഴിഞ്ഞിട്ട് ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടാൽ വിശ്വാസി സമൂഹം കെട്ടഴിഞ്ഞതുപോലെയായി പോവും. വലിയ സങ്കടത്തോടും ദുഃഖത്തോടെ ഞാനിത് പറയുന്നത്. വിദേശത്തുള്ളൊരു ദൈവദാസൻ ഇന്ന് രാവിലെ എന്നോട് സംസാരിക്കുകയായിരുന്നു. എൻ്റെ സജിപാസ്റ്ററെ, നമ്മൾ എന്ത് ചെയ്യും? ഈ സമൂഹം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കെട്ടഴിഞ്ഞതുപോലെ പോവുകയാണല്ലോ എന്ന് അദ്ദേഹം പറയുന്നു. ആ ദൈവദാസൻ തൻ്റെ സങ്കടം എന്നോട് പങ്കുവയ്ക്കുക. അതിലപ്പുറം സങ്കടത്തിലാണ് ഞാൻ ഇതൊക്കെ പ്രസംഗിക്കുന്നത്. അല്ലാതെ ഇതൊക്കെ വലിയ സന്തോഷം കൊണ്ട് പറയുന്നതാണോ? ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹം അവർ തലയെടുപ്പോടെ നിൽക്കണം, അഭിഷേകത്തോടെ നിൽക്കണം. അവരുടെ വാക്ക് ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വെന്നായിരിക്കണം. അങ്ങനെ തന്നെ ആയിരിക്കണം. തോന്നുന്ന പോലെ വർത്തമാനം പറയുന്നവരാകരുത്. അവർ ഘനശാലികളായിരിക്കണം. മറ്റുള്ളവർ നമ്മുടെ നടുവിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവർ പറയണം, നിങ്ങളുടെ നടുവിൽ സാക്ഷാൽ ജീവനുള്ള ദൈവമുണ്ടെന്ന്. അല്ലേ? തീക്കൂട്ടത്തിൽ കടന്നപ്പോൾ അവിടെയും തലയെടുപ്പോടെ നിന്നു ശദ്രക്ക്, മേശക്ക്, അഭേദനവോ നെബൂഖദ്നേസർ വന്ന് കുനിഞ്ഞു നോക്കിയിട്ട് എന്നാ പറഞ്ഞത്? വാസ്തവമായി ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞ്. അതുപോലെ തന്നെ ഈ പുതുപ്പള്ളിയിലെ ആ കൺവെൻഷൻ സ്റ്റേജിലേക്ക് നമ്മുടെ ബാബുമോൻ ഓടിക്കതച്ച് വന്നല്ലോ. അവനൊരു ദൈവസാന്നിധ്യവും ഫീൽ ചെയ്തില്ല. അവന് പാപബോധം വന്നില്ലല്ലോ. കാരണം എന്നാ? ഒരു ദൈവസാന്നിധ്യം അവിടെ ഇല്ല. വർഷം നടക്കുന്ന ചടങ്ങ് പൂർത്തീകരിക്കുന്നു. ചടങ്ങിൻ്റെ കുർബാന എന്ന് കേട്ടിട്ടില്ലേ? ചടങ്ങിൻ്റെ നൊവേന. ഈ തിരുവനന്തപുരം സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നേർച്ച കുർബാനയുണ്ട്. അല്ലല്ലോ, നേർച്ച കൺവെൻഷനുണ്ട്. അവരെ നന്നാക്കി എടുക്കാൻ വലിയ പാടാ. നേർച്ച കൺവെൻഷൻ ചുമ്മാ അങ്ങ് നേരുകയാണ്. പനി മാറിക്കഴിഞ്ഞാൽ ഞാനൊരു കൺവെൻഷൻ നടത്തിയേക്കാം. അപ്പോൾ പനി മാറി, എന്നാൽ ശരി, കൺവെൻഷൻ നടത്തിയേക്കാം. അതിൽ ദൈവഹിതം ഉണ്ടോ, അത് എന്താ, അതൊന്നുമല്ല വിഷയം. കേവലം ജാതികളെ പോലെ അങ്ങ് പറയുകയാണ് പനി മാറിയതിൻ്റെ പേരിൽ കൺവെൻഷൻ. അങ്ങനെയാണോ? ഒരു സെക്കൻഡ് നിങ്ങളുടെ ചിന്താമണ്ഡലം ഉണരാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. കൊരിന്ത് ലേഖനത്തെ മുൻനിർത്തിക്കൊണ്ടാണ് പറയുന്നത്. അവിടെ അദ്ദേഹം ഓടിക്കതച്ച് വന്നു. അദ്ദേഹം ആ ശുശ്രൂഷകനോട് പറയുകയാണ്, പാസ്റ്റർ ഇന്ന് ഭയങ്കര മൂഡിലാണല്ലോ എന്ന്. പാസ്റ്റർ ഇന്ന് വലിയ മൂഡിലാണല്ലോ എന്ന്. അതൊരു ജോളി ടോക്ക്. എവിടെ നിന്നാ ഈ പറയുന്നത് നിങ്ങൾ ഓർക്കണം. മദ്ബഹയല്ല അത് മദ്ബഹയല്ല. മദ്ബഹയ നിന്ന് എന്തും പറയാം. അതുപോലെയാണോ ഇത്? ജീവനുള്ള ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ ഇരിക്കുന്നു. അവർ ദൈവസാന്നിധ്യം വഹിക്കുകയാണ്. ഭയന്നാണ് അവിടെ ഇരിക്കുന്നത്. സമാഗമന കൂടാരത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് ദിവസേന പ്രഭാതയാഗവും സന്ധ്യായാഗവും ഉണ്ട്. ആ പ്രഭാതയാഗത്തിനും സന്ധ്യായാഗത്തിനും വരുന്ന പുരോഹിതൻ പ്രാകാരത്തിലിരിക്കുന്ന യാഗപീഠത്തിൽ ആദ്യം യാഗമർപ്പിക്കും. എന്നിട്ട് യാഗരക്തവുമായി വിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു വന്ന് ധൂപപീഠത്തെ കടന്ന് തൊട്ട് മുൻപിലുള്ള തിരശ്ശീലയുടെ മുൻപിൽ രക്തം തളിക്കും. രക്തം തളിച്ചതിന് ശേഷമാണ് ധൂപപീഠത്തിൽ പിന്നത്തേതിൽ ധൂപം അർപ്പിക്കുന്നത്. യെരുശലേം ദേവാലയത്തിലെയോ അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിലെയോ ശുശ്രൂഷകളിൽ ഏറ്റവും ഗംഭീരമായ ശുശ്രൂഷ അതാണ്. ആ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് ഒരു കാരണവശാലും സമാഗമന കൂടാരത്തിൽ വേറെ ആരും അന്നേരം അവിടെ പാടില്ല. നിയമിക്കപ്പെട്ട പുരോഹിതൻ മാത്രമേ അവിടെ പാടുള്ളൂ. ആ സമയത്ത് വളരെ ഭയഭക്തിയിലാണ് പ്രാകാരത്തിൽ നിൽക്കുന്ന ജനം പോലും നിൽക്കുന്നത്. അവർ പോലും ഭയന്നാണ് നിൽക്കുന്നത്. കാരണം യഹോവയുടെ സന്നിധിയാണത്, ദൈവസന്നിധിയാണത്. അത് യഹോവയുടെ സന്നിധിയാണ്, ദൈവസന്നിധിയാണ്. ദൈവ സാന്നിധ്യം ഒരിക്കലും അലക്ഷ്യമാക്കാൻ പറ്റില്ല. തിരിച്ചു പോകുന്ന ഗ്യാരണ്ടി ഇല്ലെന്നേ. ആ ദൈവത്തെയാണ് നമ്മളും സേവിക്കുന്നത്. ആ ദൈവത്തിൻ്റെ ദാസന്മാരാണ്. ഈ പഴയ നിയമ പുരോഹിതന്മാർക്കൊന്നും കാര്യങ്ങളെ വേണ്ട വിധത്തിൽ മനസ്സിലായിട്ടില്ല. അതെല്ലാം വെളിപ്പെട്ട് കിട്ടിയ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരാണ് പുതിയ നിയമ ശുശ്രൂഷകരെന്ന് പറയുന്നത്. അവർ ദൈവവചനം ഘോഷിക്കും. അനാവശ്യമായ ജോക്കൊന്നും പറയാൻ പാടില്ല. നമ്മുടെ ബാബുമോൻ ഓടിക്കേറി വന്നപ്പോൾ അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞെന്ന് പറഞ്ഞല്ലോ. പുള്ളിയും അത്യാവശ്യം ജോക്കടിക്കുന്ന ആളാണല്ലോ.
നേരം പോക്കൊക്കെ പറയുന്നയാളാണ്. വന്നവനും എന്ത് ചെയ്തു? നേരം പോക്ക് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ നേരം പോക്ക് പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ വേറെ എന്തൊക്കെയോ പറഞ്ഞു. ഈ പറഞ്ഞ കാര്യത്തിനല്ല കേട്ടോ ഞാൻ ഈ സംസാരിക്കുന്നത്. ഞാൻ ഈ സംസാരിച്ചത് എന്താ? സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് എത്ര സീരിയസ് ആയ കാര്യമാണെന്ന്. അത്ര ഭയങ്കരമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ ഈ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. ഈ ദൈവത്തെ ഇസ്രായേലിന് വെളിപ്പെട്ട് കിട്ടിയ ആ ഒരു വെളിപ്പാടുണ്ട് ഇതിനകത്ത്. ആ ദൈവത്തെ തന്നെയാണ് നമ്മൾ സേവിക്കുന്നത്. ഇസ്രായേലിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന ദൈവം. നോക്കണം, പുറപ്പാട് ദിവസം 19-ാം അധ്യായത്തിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. സീനായി പർവ്വതത്തിൽ ഇറങ്ങി വരിക, പർവ്വതം നിന്ന് വിറയ്ക്കുന്നത് ഇസ്രായേൽ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയല്ലേ. നിന്ന് പുകയാണത്. കേൾക്കുന്ന ശബ്ദമോ കാഹളനാദത്തിനൊത്ത ശബ്ദമാണ് കേൾക്കുന്നത്. ഇസ്രായേൽ വിറച്ചുപോയി. ജനം ഇന്നുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല അങ്ങനെ ഒരു കാഴ്ച. ഭയന്നു പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ചെങ്കടലൊക്കെ പിളരുന്ന അവർ കണ്ടതാ. അവർ മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലും നടന്നു വന്നതൊക്കെ ശരിയാ. മാറയിലൊക്കെ ദൈവത്തിൻ്റെ കരം ചലിക്കുന്ന അവർ കണ്ടതല്ലേ. എലീമിലെ ഈന്തപ്പനയും കിണറും ഒക്കെ അവർ കണ്ടതാ. രഫീദീമിലെ പാറ പിളരുന്നത് കണ്ടതാ. അന്നേരമൊന്നും അവരിങ്ങനെ ഭയന്നില്ല. പക്ഷെ സീനായിലെ ദൈവ സാന്നിധ്യം ഇസ്രായേൽ വിറച്ചുപോയി. അവർ പറഞ്ഞു, ഈ ശബ്ദം ഞങ്ങൾക്കിനി കേൾക്കാൻ കഴിയില്ല, മോശയെ നീ സംസാരിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നത്തേതിൽ വലിയവനായ ദൈവം മോശയെയും അഹ്റോനെയും അഹ്റോൻ്റെ പുത്രന്മാരെയും അവരുടെ പ്രഭുക്കന്മാരെയും കൂടെ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ കാഴ്ചയൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ട് അവർ കയറിപ്പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഭയപ്പാടായിരിക്കില്ലേ? ഈ കാഴ്ചയൊക്കെ കണ്ടിട്ട് കയറിപ്പോകുന്ന അവരുടെ ഉള്ളിൽ എന്ത് ഭയപ്പാടായിരിക്കും? തിരിച്ചു വരുമോയെന്ന് പേടി കാണില്ലേ? അങ്ങനെയല്ലേ അവർ കയറിപ്പോകുന്നത്. അവർ ദൈവസന്നിധി കയറിപ്പോയതിന് ശേഷം പിന്നത്തേതിൽ ദൈവം മോശയുമായി സംസാരിക്കുന്ന സംസാരമാണ് പുറപ്പാട് ദിവസം 25-ാം അധ്യായത്തിൻ്റെ തുടക്കം മുതൽ നമ്മൾ കാണുന്നത്. എന്താ 25-ാം അധ്യായത്തിൻ്റെ തുടക്കം മുതൽ കാണുന്നത്? ഈ 19-ാം അധ്യായത്തിൽ സീനായിൽ ഇറങ്ങിയ ദൈവം, 24-ാം അധ്യായത്തിൽ പ്രഭുക്കന്മാരോടുകൂടെ ഒരുമിച്ചിരുന്ന ദൈവം 25-ാം അധ്യായത്തിൽ പറയാണ്, ഞാൻ സ്ഥിരമായി നിങ്ങളുടെ നടുവിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന്. സ്ഥിരമായി നിങ്ങളുടെ നടുവിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പാളയം ഇങ്ങനെ ആയിരിക്കണം, നിങ്ങളുടെ പാളയം ഇങ്ങനെ ആയിരിക്കണം. എന്നിട്ട് വിശദാംശങ്ങളെല്ലാം കൊടുക്കുന്ന കൂട്ടത്തിൽ ആവർത്തന പുസ്തകം 23-ാം അധ്യായം തുറന്നേ. ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം ഒന്ന് വായിച്ചേ. നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും നിന്റെ പാളയത്തിന്റെ മധ്യേ നടക്കുന്നു. നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ടകലാതിരിപ്പാൻ നിന്റെ പാളയം ശുദ്ധിയുള്ളതായിരിക്കണം. ഇസ്രായേലിൻ്റെ ദൈവം മോശ വഴി അവരോട് പറയാണ്, നിന്റെ പാളയം ശുദ്ധമുള്ളതായിരിക്കണം. നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും നിന്റെ പാളയത്തിൻ്റെ മധ്യം നടക്കുന്നു. നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ടകലാതിരിപ്പാൻ നിന്റെ പാളയം ശുദ്ധിയുള്ളതായിരിക്കണം. നിന്റെ പാളയം ശുദ്ധിയുള്ളതായിരിക്കണം. ഇത് പറയുമ്പോൾ നമുക്ക് മറ്റ് പൊളിറ്റീഷ്യൻസിനോടോ മറ്റ് അക്രൈസ്തവരായ ആളുകളോടൊന്നും ഒരു സംബന്ധവും ബന്ധവും പാടില്ല എന്നൊന്നും ആരും ധരിച്ചേക്കരുത്. നമുക്കെല്ലാ മനുഷ്യരുമായിട്ടും ബന്ധമുണ്ട്, എല്ലാവരുമായിട്ട് സഹവർത്തിച്ചു പോകേണ്ടവരാണ്. ഇവിടെ ഞാൻ പറയുന്ന ഒരു ആത്മീയ ശുശ്രൂഷ നടക്കുന്ന ഇടമാണ്. ആത്മീയ ശുശ്രൂഷ നടക്കുന്നൊരിടം. അവിടെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പാടില്ല എന്ന് പറഞ്ഞത്. മനസ്സിലായോ? ഇവിടെ ഒരു ആത്മീയ ശുശ്രൂഷ നടക്കുന്ന ഇടമല്ലേ. അവിടെ വളരെ ജാഗ്രതയോടെ ആയിരിക്കണം. ദൈവ സാന്നിധ്യം അലക്ഷ്യമാക്കരുത്. ഇസ്രായേലിനോട് പറഞ്ഞ കേട്ടില്ലേ? അങ്ങനെയെങ്കിൽ പുതിയ നിയമ സഭയോടുള്ള ബന്ധത്തിൽ എത്രയധികമായിരിക്കും? ഇസ്രായേലിനോട് മാത്രമാണോ പറയുന്നത്? പുതിയ നിയമസഭയോടും എത്രയധികം പറയും. പുതിയ നിയമത്തിൽ ധാരാളം വാക്യങ്ങളുണ്ട് സഹോദരങ്ങളെ, നാം ജീവനുള്ള ദൈവത്തെ ഭയപ്പെടണമെന്ന്. ഞാൻ അല്പം മുമ്പ് മഞ്ഞ് പെയ്യുന്ന രാജ്യത്തിലൊരു ഫാമിലിയെ പരിചയപ്പെടുത്തിയില്ലേ? ആ അമ്മയപ്പന്മാർക്ക് വേണ്ട വിധത്തിലുള്ളൊരു ദൈവഭയം ഉണ്ടായില്ല. വേണ്ട വിധത്തിലൊരു ദൈവഭയം ഉണ്ടായില്ല. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടെ തുറന്ന് നിങ്ങളോട് പറയാം. പലരും പല ചർച്ചുകളും തിരഞ്ഞെടുക്കുന്നത് തങ്ങളുടെ സൗകര്യത്തിനൊത്ത് വളയുന്ന പാസ്റ്റർമാരുടെ ചർച്ചുകളാണ് പലരും തിരഞ്ഞെടുക്കുന്നത്. അതൊക്കെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. തങ്ങളുടെ സൗകര്യത്തിന് വളഞ്ഞു നിന്ന് തരുന്ന ശുശ്രൂഷകരുണ്ട്. അവർ പറയുന്നതിനെല്ലാം ആമേൻ പറയുന്ന ശുശ്രൂഷകരുണ്ട്.
അവരുടെ ഇംഗിതത്തിനനുസരിച്ചാണ് അവിടെ കാര്യങ്ങളൊക്കെ പോകുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ബഹുഭൂരിപക്ഷവും പോകുവാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാനാണ് ബഹുഭൂരിപക്ഷം ആഗ്രഹിക്കുന്നത്. പക്ഷെ ഒടുക്കം മോള് ഇങ്ങനെ പോകാൻ സാധ്യതയുണ്ട്, മോൻ അങ്ങനെ പോകാനും സാധ്യതയുണ്ട്. അന്നേരം തലേ തപ്പിയിട്ട് കാര്യമില്ല. അതേസമയം നമ്മെ സ്ട്രിക്റ്റായിട്ട് നടത്തുകയും നമ്മെ ഗുണദോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ശുശ്രൂഷകന്മാരുമായിട്ടാണ് സഹവർത്തിത്വമെങ്കിൽ നിശ്ചയമായും ഒരു കുളമ്പ് പോലും ഒരു മല കയറാനും പോവില്ല. യഥാർത്ഥ സഭയോടുള്ള ബന്ധത്തിൽ 2 തിമോത്തിയോസിൻ്റെ ലേഖനം 2 രാജാക്കന്മാരവിടെ നോക്കിയിരിക്കുക കേട്ടോ. 2 തിമോത്തിയോസിൻ്റെ ലേഖനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ തിമോത്തിയോസുമായി ബന്ധപ്പെട്ട തിമോത്തിയോസിൻ്റെ അമ്മയും വല്യമ്മയും ഒക്കെ കാണാം. 1-ാം അധ്യായത്തിൽ തന്നെ അവർ തിമോത്തിയോസിനെ നല്ല നിലയിൽ വചനമൊക്കെ പഠിപ്പിച്ചു എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 14-ാം വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. അങ്ങനെയാണ് 14-ാം വാക്യത്തിൽ പറയുന്നത്, 15 കൂടെ ചേർത്ത് പറയുന്നത്. എന്നിട്ട് 16-ഉം 17-ഉം വാക്യത്തിലേക്ക് വരുമ്പോൾ എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്. ഇവിടെ വായിക്കുന്ന തിരുവെഴുത്ത് എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷം പേരും വിചാരിച്ചിരിക്കുന്നത്, ഞാനും ഒരു സമയത്ത് വിചാരിച്ചിരുന്നത്, ഈ 66 പുസ്തകത്തെ ഉദ്ദേശിച്ചാണ് പൗലോസ് പറയുന്നതെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ഈ പഴയ നിയമത്തിലെ 39 പുസ്തകത്തെ ഉദ്ദേശിച്ചു മാത്രമാണ് ഇവിടെ എല്ലാ തിരുവെഴുത്തും എന്നുള്ളത് കൊണ്ട് പൗലോസ് അർത്ഥമാക്കുന്നത്. അതിൻ്റെ തെളിവെന്ന് പറയുന്നത് അതിൻ്റെ തൊട്ട് മുകളിലുള്ള വാക്യമാണ്. 14-ാം വാക്യത്തിൽ നമുക്ക് കാണാം. എന്താ? നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ. അതായത് നീ ആരോടാണ് പഠിച്ചത്? നിൻ്റെ അമ്മയോടും വല്യമ്മയോടും. അവർ ക്രിസ്ത്യാനികളല്ല, അവർ യഹൂദരാണ്. യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അവനെ പഠിപ്പിച്ചത് എന്താ? ഈ പഴയ നിയമ പുസ്തകങ്ങളാണ് പഠിപ്പിച്ചത്, തിരുവെഴുത്തുകളിൽ നിന്നാണ് പഠിപ്പിച്ചത്. ആ പഠിപ്പിച്ചതൊക്കെ നിന്നെ രക്ഷയിലേക്ക് നയിക്കാനായിട്ട് പ്രാപ്തമായി, രക്ഷയ്ക്ക് നിന്നെ ജ്ഞാനിയാക്കുവാൻ പ്രാപ്തമായെന്ന്. അതായത് കഴിഞ്ഞ നാളുകളിൽ അവർ നിന്നെ പഠിപ്പിച്ചു, മിശിഹായെക്കുറിച്ച് പഠിപ്പിച്ചു. ആ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ പൊരുൾ തിരിച്ച് നിൻ്റെ മുമ്പിൽ തരുവാനായിട്ട് പൗലോസിനെ ദൈവം ഏർപ്പെടുത്തി. ക്ഷണനേരം കൊണ്ട് തിമോത്തിയോസിന് അത് ക്ലിക്കായി. പക്ഷേ അതിൻ്റെ അടിത്തറയിട്ടത് ഈ അമ്മയും വല്യമ്മയും കൂടെയാണ്. തിരുവെഴുത്തിൽ നിന്നാണ് അവർ പഠിപ്പിച്ചത്. അല്ലാതെ മത്തായി, മർക്കോസ്, പൗലോസിൻ്റെ ലേഖനമൊന്നും അവരുടെ കയ്യിലില്ല തിരുവെഴുത്തെന്ന് പറയാനായിട്ട്. അവരുടെ കയ്യിലുള്ള പുസ്തകത്തിൽ നിന്ന് തിമോത്തിയോസിനെ അവർ ധരിപ്പിച്ചു. ഒരു ദൈവഭയത്തിൽ ആ മകനെ വളർത്തി. അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ. അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പഴയ നിയമ പുസ്തകങ്ങൾ അത് എല്ലാം ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സത്പ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്, അതായത് അവൻ ആ പെർഫെക്ഷനിലേക്ക് വരേണ്ടതിന്, ക്രിസ്തു എന്ന തലയോളം വളരേണ്ടതിന്, ദൈവത്തിൻ്റെ സകല നിറവിനോളം നിറയേണ്ടതിന്. 2 പ്രധാന കാര്യമാണ് പറഞ്ഞത്. ക്രിസ്തു എന്ന തലയോളം വളരേണ്ടതിന്, ദൈവത്തിൻ്റെ സകല നിറവിനോളം നിറയേണ്ടതിന് ഈ തിരുവെഴുത്തിൻ്റെ പഠനം ഉപകരിക്കുമെന്നുള്ളതാണ് പൗലോസ്ലീഹ അവിടെ പറയുന്നത്. അങ്ങനെയല്ലേ പറഞ്ഞത്? തികഞ്ഞവനാകേണ്ടതിന് ഈ തിരുവെഴുത്തുകൾ നമ്മെ ഉപദേശത്തിലേക്കും ശാസനത്തിലേക്കും ഗുണീകരണത്തിലേക്കും നീതിയിലെ അഭ്യസനത്തിലേക്കും നയിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ഇവിടെ ഈ സമാഗമന കൂടാരവും ഇത്യാദി പല കാര്യങ്ങളും ഒക്കെ പറഞ്ഞത്? ഇസ്രായേലും മിസ്രയും വിടുന്നതും ചെങ്കടൽ കടക്കുന്നതും മരുഭൂമിയിലൂടെയുള്ള യാത്രയും വാഗ്ദത്ത ദേശത്ത് എത്തുന്നതും ദീർഘമായി നമ്മൾ പറയാനിടയായി. അതുപോലെ നമ്മൾ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ സമാഗമന കൂടാരത്തിൻ്റെ വിസ്തരിച്ചൊരു പഠനത്തിലേക്ക് പോയവരാണ്. ആ സമാഗമന കൂടാരത്തിൻ്റെ പഠനം ഏതാണ്ട് പര്യവസാനിച്ച് വരുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് ആത്മാവിൽ നിറഞ്ഞു പോയ നിമിഷം, എനിക്കന്ന് പ്രസംഗിക്കാൻ പറ്റുമെന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ലാത്ത നിലയിൽ ആത്മാവിൽ നിറഞ്ഞ നിമിഷങ്ങളുണ്ട്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇവർ ഹോരേബിൽ നിന്ന് യാത്ര തിരിച്ച് മരുഭൂമിയിലൂടെ പ്രയാണം ചെയ്ത് അങ്ങനെ പല സ്ഥലങ്ങളിലും പാളയം അടിക്കുകയാണല്ലോ. ഏതാണ്ട് 40-ലധികം സ്ഥലങ്ങളിൽ അവർ പാളയം അടിച്ചടിച്ചടിച്ച് ഒടുക്കം അവർ യോർദാൻ കടക്കുന്നു. യോർദാൻ കടന്ന് ആദ്യം കൂടാരം അടിക്കുന്നത് ഗിൽഗാലിലാണ്. ഗിൽഗാലിൽ നിന്ന് പിന്നെ മുൻപോട്ട് വരുന്നു.
അങ്ങനെ മുൻപോട്ട് വന്നിട്ട് പിന്നീട് ഈ കൂടാരം ഏറിയ കാലം നമ്മൾ കാണുന്നത് ശീലോവിലാണ്. പഴയ നിയമം പഠിക്കുമ്പോൾ 2 പ്രധാന സ്ഥലങ്ങളാണ്, ഒന്ന് യെരുശലേമും 2 ശീലോവും. യെരുശലേമിൻ്റെ പ്രാധാന്യം നമ്മൾ കാണുന്നത് യെരുശലേം ദൈവാലയവുമായി ബന്ധപ്പെട്ടാണ്. ശീലോവിൻ്റെ പ്രാധാന്യം നമ്മൾ കാണുന്നത് സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ടാണ്. ന്യായാധിപന്മാരുടെ കാലത്തും പിന്നീട് ശൗലിൻ്റെ കാലത്തും ഒക്കെ ഈ സമാഗമന കൂടാരം ഇരുന്നത് ശീലോവിലാണ്. ശീലോവിനെക്കുറിച്ച് ഒരു ബൃഹത്തായ പഠനം തന്നെ മുൻപിലുണ്ട്. അങ്ങനെ ശീലോവിൽ ദീർഘകാലം ഇരുന്ന കൂടാരം പിന്നീട് ഗിബയിലും അങ്ങനെ പല സ്ഥലത്തുമൊക്കെ പിന്നീട് ഇരിക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. ഇതിനിടയിലാണ് പെട്ടകം പിടിക്കപ്പെട്ട് ഫെലിസ്തര് പെട്ടകവുമായി പോകുന്നതും പിന്നീട് പെട്ടകം അവരവിടെ നിന്ന് മടക്കി അയക്കുന്നതും ബത്ശേമേശി വരുന്നതും അവിടെ നിന്ന് കുന്നിൻ മുകളിലുള്ള അമീനാദാബിൻ്റെ വീട്ടിൽ ചില പ്രത്യേക സാഹചര്യത്തിൽ കൊണ്ടുപോയി വെക്കേണ്ടി വന്നതും അവിടെ നിന്ന് പെട്ടകം പിന്നെയും കൊണ്ടുവരുവാനായി ശ്രമിച്ചപ്പോൾ ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ നമുക്കറിയാം. അങ്ങനെ പെട്ടകം കൊണ്ടുപോയി ഓബേദേദോമിൻ്റെ വീട്ടിൽ വെച്ചു. അത് ചില മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അതേസമയം കുന്നിൻ മുകളിലുള്ള അമീനാദാബിൻ്റെ വീട്ടിൽ ഏതാണ്ട് 20 വർഷത്തിനടുത്തിരുന്നു. 20 വർഷത്തിനടുത്ത്. ആ ഒറ്റ കാര്യം വെച്ച് നമ്മളുടെ ഈ കാലഘട്ടത്തിലെ ശുശ്രൂഷകർ എത്രയോ തെറ്റായ പ്രസംഗങ്ങളാണ് പ്രസംഗിക്കുന്നതെന്നറിയാവോ? ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് മാത്രമല്ല, പെന്തിക്കോസ്റ്റിലെ ശുശ്രൂഷകർ പോലും തെറ്റായി പ്രസംഗിക്കുന്ന ഒരു ഭാഗമാണത്. എന്തെന്ന് ചോദിച്ചാൽ, ഈ ഓബേദേദോമിൻ്റെ വീട്ടിൽ പെട്ടകം ഇരുന്നു എന്ന കാരണത്താൽ ഓബേദേദോമും കുടുംബവും അനുഗ്രഹിക്കപ്പെട്ടെന്ന് നമ്മൾ വായിക്കുന്നു. ഓബേദേദോമും കുടുംബവും അനുഗ്രഹിക്കപ്പെട്ടു. അപ്പോൾ അനുഗ്രഹിക്കപ്പെടുക എന്ന് പറയുന്നതിൻ്റെ രീതി എന്താ? മെറ്റീരിയൽ ബ്ലെസ്സിങ്. ഓബേദേദോമിൻ്റെ വീട്ടിൽ പെട്ടകം വന്ന നിമിത്തം അനുഗ്രഹിക്കപ്പെട്ടു. സഹോദര സഹോദരി, അതുപോലെ നിന്റെ ഭവനത്തിലും ദൈവം ചില നന്മകൾ തരാൻ പോകുന്നു. ഇന്ന് രാത്രി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ സഹോദരിമാരെ ഇളകി മറിയും. ഇന്ന് രാത്രി നാളെ രാത്രി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു സ്ഥലത്ത് പോയിട്ട് അങ്ങനെ ഒന്ന് പറഞ്ഞു, ഇന്ന് രാത്രി എന്നൊക്കെ പറഞ്ഞ് എല്ലാം ഇളകി മറിഞ്ഞു. ഇളക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളിതിനെ ഇളകി മറിഞ്ഞെന്ന് ചോദിച്ചു. ഞാനിതിൻ്റെ ബാക്കി പറഞ്ഞ് പൂർത്തീകരിച്ചില്ലല്ലോ. ഞാൻ പറയാൻ വന്ന ഇത്രയേ ഉള്ളൂ, ഇന്ന് രാത്രി ഒരു ഷിഫ്റ്റിൻ്റെ രാത്രിയാണെന്ന് പറയുന്ന ആളുകളുണ്ട്. ഞാൻ അങ്ങനെ പറയില്ലെന്നാണ് പറയാൻ വന്നത്. ഇന്ന് രാത്രി ഒരു ഷിഫ്റ്റിൻ്റെ രാത്രിയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അലകടല ഇളകുന്നത് പോലെ ഇളകേണ്ട കാര്യം ഉണ്ടായില്ല. അങ്ങനെയൊന്നും ഇളകേണ്ട ആവശ്യമില്ല. അപ്പോൾ കേൾക്കുക, കേട്ടത് അകത്തേക്ക് സ്വീകരിക്കുക, എന്നിട്ട് നിങ്ങൾ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുക. അതെനിക്ക് സന്തോഷമാണ്. അല്ലാതെ അരയും മുറിയും കേൾക്കുമ്പോൾ ആരെങ്കിലും തുള്ളിക്കുമ്പോൾ തുള്ളുന്ന ആ തുള്ളലൊക്കെ അവസാനിപ്പിക്കണം. വചനത്തിൻ്റെ ആ നിശ്ചയത്തിലേക്ക് വരണം. എന്താ വചനത്തിൻ്റെ നിശ്ചയം? ഏതെങ്കിലും ഒരുത്തം വന്ന് പറയാണ് ഓബേദേദോമിൻ്റെ വീട്ടിൽ പെട്ടകം വരുന്ന നിമിത്തം ഓബേദേദോം അനുഗ്രഹിക്കപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ ഇതുപോലെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തുള്ളണേ എന്തിനാ? അതുപോലെ തുള്ളേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ എന്താ നമ്മൾ തിരിച്ചറിഞ്ഞ തിരിച്ചറിവുകൾ എന്താ? ആ ബലത്തിൻ പെട്ടകം, ഞാൻ എന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഈ വഴിയിലേക്ക് വന്നോ അന്ന് ആ പെട്ടകം എൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞില്ലേ? ഞാനിന്ന് പെട്ടകം വഹിക്കുന്നവനല്ലേ? പിന്നെ ഒരു എക്സ്ട്രാ മെറ്റീരിയൽ ബ്ലെസ്സിങ് ഏത് രീതിയിലാണ് ഈ ഓബേദേദോമിനെ കൂട്ടുപിടിച്ച് പറയുന്നത്? അത് വഞ്ചനയുടെ സ്വരമല്ലേ? സന്ദർഭവശാൽ ഇടയ്ക്ക് പറഞ്ഞതാ കേട്ടോ, അത് വഞ്ചനയുടെ സ്വരമാണ്. പ്രിയ സുഹൃത്ത്, ഇവിടെയാണ് എക്കാലത്തെയും നമ്മുടെ ഒരു പ്രധാന പ്രസംഗ വിഷയം. ഒരുവൻ രക്ഷിക്കപ്പെട്ട് ദൈവരാജ്യത്തിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവൻ അനുഗ്രഹം അനുഭവിച്ചു തുടങ്ങിയാണ്. അവൻ ദൈവസാന്നിധ്യം വഹിക്കുകയാണ്. അവൻ ദൈവസാന്നിധ്യം വഹിക്കുക. നിങ്ങൾ അവൻ്റെ ബാക്ക്ഗ്രൗണ്ടോ അവൻ്റെ കുടുംബ പശ്ചാത്തലമോ അവൻ്റെ തൊലിയുടെ നിറമോ അല്ലെങ്കിൽ അവൻ്റെ വീടിൻ്റെ ആ പകിട്ടോ അവൻ്റെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ ഇതൊന്നും നോക്കിയിട്ടല്ല നിങ്ങൾ അവൻ അനുഗ്രഹിക്കപ്പെട്ടോ അല്ലയോ എന്ന് പറയുന്നത്. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു ഇന്ന് അവനിൽ വസിക്കുകയാണ്. ബലത്തിൻ പെട്ടകം ചുമക്കുന്നവനാണ് അവൻ. അവൻ ഏത് പശ്ചാത്തലക്കാരനും ആകട്ടെ, ആ ഒറ്റ കാരണത്താൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഇനി കുറേ 100ൻ്റെ നോട്ട് ഇവൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവൻ അനുഗ്രഹിക്കപ്പെടുന്നവനാകുന്നു എന്നാണോ നമ്മൾ പഠിപ്പിക്കുന്നത്? അതല്ല, പൈശാചികമാണ്. പെന്തിക്കോസ് പാസ്റ്റർമാർ ഉയർത്തിക്കൊണ്ടുവന്ന പൈശാചിക പഠനങ്ങളാണ് അതെല്ലാം. തികച്ചും പൈശാചികം. അതിന് വേറൊരു വാക്കില്ല. ഈ 2024 ഏറ്റവും ഒടുവിൽ വളരെ വേദനയോട് ഞാൻ പറയട്ടെ, സാധുക്കളായ ജനത്തിൻ്റെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞ പ്രസംഗങ്ങളാണതെല്ലാം. ഒരുവൻ പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ ദൈവസാന്നിധ്യമല്ലേ പിന്നീട് വഹിക്കുന്നത്? അവൻ ദൈവസാന്നിധ്യം വഹിക്കുകയാണ്. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം, സീനായിൽ ഇറങ്ങിയ ദൈവം, ആ ദൈവം പിന്നത്തേതിൽ സമാഗമന കൂടാരത്തിൽ തൻ്റെ സാന്നിധ്യം പകർന്നുകൊണ്ട് ഇസ്രായേലിനെ നടത്തിയ ദൈവം ഇന്ന് എൻ്റെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിൽ പരം ഒരു ബഹുമതി വേറെയുണ്ടോ? ഇതാണ് സഹോദരങ്ങളെ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇത്രയും വർഷം പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. ഇതിൽ പരം ബഹുമതി വേറെ എന്താ ഉള്ളത്? ഇതൊരു ഭയങ്കര ബഹുമതിയല്ലേ?
അന്നേരം പറയാം ഓബേദേദോമിൻ്റെ വീട്ടിൽ പെട്ടകം ഇരുന്നത് കൊണ്ട് അവൻ അനുഗ്രഹിക്കപ്പെട്ടു, അവൻ ഉയർന്നു, മാനിക്കപ്പെട്ടു എന്നൊക്കെ. ഈ പെട്ടകം വഹിക്കുകയാണ് നമ്മൾ. ഇതിലെ കൽപ്പലക നമ്മുടെ ഉള്ളിലുണ്ട്, ഇതിലെ മന്ന നമ്മുടെ ഉള്ളിലുണ്ട്, ഇതിലെ അഹറോന്റെ തളിർത്ത വഴി നമ്മിലുണ്ട്. നമ്മൾ പൗരോഹിത്യത്തിലേക്കല്ലേ വന്നിരിക്കുന്നത്, ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിന് പങ്കുള്ളവരല്ലേ നമ്മൾ. മെൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം ഒരു പൗരോഹിത്യത്തിലേക്ക് വന്നിരിക്കുകയല്ലേ നമ്മൾ യഹൂദ ഗോത്രക്കാരുമല്ല, ലേവി ഗോത്രക്കാരുമല്ല, ഒരു ഗോത്രക്കാരുമല്ല, തികച്ചും വിജാതീയർ. നമ്മൾ ഈ പൗരോഹിത്യത്തിലേക്ക് വന്ന എങ്ങനെയാ? മെൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം. ക്രിസ്തു എന്നേക്കും മഹാപുരോഹിതൻ. ആ മഹാപുരോഹിതന് ജനിച്ച പുത്രന്മാരല്ലെ മക്കളാണ് നമ്മൾ. അപ്പോൾ ആ പൗരോഹിത്യത്തിലേക്ക് നമ്മൾ വന്നു. പൗരോഹിത്യം വഹിക്കുന്നവരാണ് നമ്മൾ. എല്ലാ നിലയിലും നാം അനുഗ്രഹിക്കപ്പെട്ടവരല്ലേ. നാളെ രാവിലെ അടുപ്പിൽ തീ പുകയെന്നുള്ളത് അതൊന്നും ഇവിടെ ഒരു സബ്ജക്റ്റ് അല്ലെന്നേ. അതൊന്നും അനുഗ്രഹമായിട്ട് കണക്ട് ചെയ്യില്ലേ. തീയും പുകയൊന്നും അല്ല അനുഗ്രഹമായിട്ട് കണക്ട് ചെയ്യുന്നത്. അതൊക്കെ പഴയ നിയമത്തിൽ നിന്ന് വർത്തമാനം പറഞ്ഞോണം. പുതിയ നിയമത്തിൽ വരുമ്പോൾ കുഞ്ഞാടിൻ്റെ തങ്കച്ചോറയാൽ കഴികൾ പ്രാപിച്ച ഓരോ വിശുദ്ധന്മാരും വിശുദ്ധമതികളും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അവരാ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നാൽ, ഓട്ടക്കളത്തിൽ ഓടി അത് പൂർത്തീകരിച്ചാൽ, അവിടെ നമുക്ക് ഇങ്ങനെ പറയാം, അവർ അനുഗ്രഹ പൂർത്തിയിൽ എത്തിയിരിക്കുന്നു. അവർ ക്രിസ്തു എന്ന തലയോളം വളരണം, ദൈവത്തിൻ്റെ സകല നിറവിനോളം നിറയണം. അതാണ് അനുഗ്രഹത്തിൻ്റെ പൂർത്തി എന്ന് പറയുന്നത്. ഇപ്പോൾ അവർ അനുഗ്രഹത്തിൻ്റെ അഡ്വാൻസ് അനുഭവിച്ചു തുടങ്ങി, ദൈവ സാന്നിധ്യം അനുഭവിച്ചു തുടങ്ങി. അങ്ങനെ അവർ മുൻപോട്ട് പോവുകയാണ്. മനസ്സിലാക്കുക. അപ്പോൾ ഈ ഓബേദേദോമിൻ്റെ വീട് പറയാനല്ല കേട്ടോ ഞാൻ ഈ പറഞ്ഞത്. സമാഗമന കൂടാരം അവരുടെ ഇടയിൽ ഇങ്ങനെ മാറ്റി മാറ്റി അടിച്ചു പോയ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഈ പറഞ്ഞ സമയത്ത് കൂടാരം ഗിബയിലും അതേസമയം പെട്ടകം ഓബേദേദോമിൻ്റെ വീട്ടിലിരിക്കുകയാണ്. കൂടാരം ഗിബയിലാണ് ഇരിക്കുന്നത്, പെട്ടകം ഓബേദേദോമിൻ്റെ വീട്ടിലിരിക്കുകയാണ്. അവിടെ നിന്ന് ദാവീദ് പെട്ടകം യെരുശലേമിലേക്ക് കൊണ്ടുവന്നു. അതിനായിട്ട് ഒരു ഷെൽട്ടർ ഒരുക്കി. ആ ഷെൽട്ടറിൽ പെട്ടകം വെച്ചു. പെട്ടകം അവിടെ ഇരിക്കുമ്പോഴും കൂടാരം ഇരിക്കുന്നത് ഗിബയിലാണ്. അങ്ങനെ രണ്ടായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് ദാവീദ് മരിക്കുന്നു. തൻ്റെ മകനായ ശലോമോൻ രാജത്വത്തിലേക്ക് വരുന്നു. ശലോമോൻ വലിയ താമസമില്ലാതെ ഏതാണ്ടൊരു 7 വർഷക്കാലം സമയമെടുത്തുകൊണ്ട് യെരുശലേമിലെ ദൈവാലയം പണിയുന്നു. ദൈവാലയം പണിത് കഴിഞ്ഞിട്ട് ഈ പെട്ടകം യെരുശലേമിൽ പണിയപ്പെട്ട ദൈവാലയത്തിൻ്റെ അന്തർമന്ദിരത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതിൻ്റെ മോസ്റ്റ് ഹോളി പ്ലേസിലേക്ക് സമാഗമന കൂടാരത്തിലിരുന്ന പെട്ടകം കൊണ്ടുവരികയാണ്. സഹോദരങ്ങളെ, യെരുശലേമിലെ ദൈവാലയത്തിൻ്റെ പണി പൂർത്തീകരിച്ചതിന് ശേഷം സമാഗമന കൂടാരം അതിൻ്റെ ബാഹ്യമായ എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ വെച്ചിട്ട് അതിൽ നിന്ന് പെട്ടകം മാത്രം യെരുശലേം ദൈവാലയത്തിൻ്റെ അന്തർമന്ദിരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പെട്ടകം മാത്രം അന്തർമന്ദിരത്തിലേക്ക്, അഥവാ മോസ്റ്റ് ഹോളി പ്ലേസിലേക്ക് കൊണ്ടുവരികയാണ്. കൂടാരം അവിടെ ഉരിഞ്ഞു വെച്ചു. ഇതിൽ നിന്ന് എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? കാഹളം ധ്വനിക്കുമ്പോൾ നാം ഈ മൺകൂടാരം ഉരിഞ്ഞു വെച്ചിട്ട് നാം അന്തർമന്ദിരത്തിലേക്ക് പ്രവേശിക്കുന്ന നിമിഷങ്ങളാണ് ആ ഒറ്റ കാര്യത്തിലൂടെ വെളിപ്പെട്ട് കിട്ടുന്നത്. ചെറിയ കാര്യമാണോ അത്? ഭയങ്കര കാര്യമല്ലേ. അന്തർമന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്താ? പെട്ടകം മാത്രമാണ് കേട്ടോ. പെട്ടകം മാത്രമാണ് അന്തർമന്ദിരത്തിലേക്ക് പോകുന്നത്. സഹോദരങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. പെട്ടകം മാത്രമാണ് അന്തർമന്ദിരത്തിലേക്ക് പോകുന്നത്, മോസ്റ്റ് ഹോളി പ്ലേസിലേക്ക്. സമാഗമന കൂടാരം ഷീലോവിൽ ഇരിക്കുന്ന സമയത്താണ് ഫെലിസ്ത്യർ ആക്രമിച്ചു പെട്ടകമായിട്ട് പോയത്. അത് കഴിഞ്ഞ് ഈ കൂടാരം അവിടെ നിന്ന് എടുത്ത് നീക്കി അടിക്കുന്നത് ഗിബയിലാണ്. പിന്നീട് ഗിബയിൽ കൊണ്ടുവന്ന് കൂടാരം അടിക്കുന്നു. അപ്പോൾ പെട്ടകം ഇവിടെയില്ല, ഫെലിസ്ത്യരുടെ അടുക്കലാണ്. അത് പിന്നെ മടക്കി കൊണ്ടുവന്ന വഴിയാണ് ഈ പറഞ്ഞത്. ഒടുക്കം ദാവീദിൻ്റെ സമയത്ത് ദാവീദ് ഈ പറഞ്ഞ വഴികളിലൂടെയൊക്കെ കൊണ്ടുവന്ന് യെരുശലേമിൽ എത്തിച്ചു. യെരുശലേമിൽ ഒരു ഷെൽട്ടറിൻ്റെ കീഴിലായിട്ട് പെട്ടകം സൂക്ഷിക്കുന്നു. ദാവീദിൻ്റെ കാലം കഴിയുന്നു. ശലോമോൻ യെരുശലേം ദൈവാലയം പണിയുന്നു. അങ്ങനെ ശലോമോൻ എല്ലാ പ്രവൃത്തിയും പൂർത്തീകരിച്ചതിന് ശേഷം ഈ പെട്ടകം യെരുശലേം ദൈവാലയത്തിൻ്റെ അന്തർമന്ദിരത്തിലേക്ക്, അഥവാ മോസ്റ്റ് ഹോളി പ്ലേസിലേക്ക് കൊണ്ടുവരികയാണ്. പുരോഹിതന്മാർ അങ്ങോട്ട് കൊണ്ടുവരികയാണ്. അങ്ങനെ അന്തർമന്ദിരത്തിലേക്ക് പെട്ടകം കൊണ്ടുവന്ന് കയറ്റുന്ന ആ നിമിഷത്തെയാണ് ഞാൻ പറഞ്ഞത്. കാഹളം ധ്വനിക്കുമ്പോൾ നാം ഈ മൺകൂടാരം ഇവിടെ ഉരിഞ്ഞു വെച്ചിട്ട് നാം പറന്നു പോവുകയാണ്. അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ അനുഭവത്തിലേക്ക് പറന്നു പോവുകയാണ്. പക്ഷേ അവിടെ ഒരു കണ്ടീഷനുണ്ട് കേട്ടോ. അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു പോകുന്ന പെട്ടകം മാത്രമാണ്. മറ്റുപകരണങ്ങളൊന്നും അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നില്ല. വേറൊന്നും അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല. അവിടെ പെട്ടകം മാത്രമാണ് കൊണ്ടുപോകുന്നത്. അവിടെയാണ് 1 കൊരിന്ത്യർ ലേഖനം 6:17 വായിക്കേണ്ടത്. 1 കൊരിന്ത്യർ ലേഖനം 6:17 നമ്മൾ വായിക്കുന്നത് കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു എന്നാണ്. അവനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു.
അപ്പോൾ അങ്ങനെ പറ്റിച്ചേർന്നവർ അവനോടുകൂടെ ഒരുമിച്ച് അന്തർമന്ദിരത്തിലേക്ക്, അതിനാണ് മണിയറ എന്ന് പറയുന്നത്. മണവാളനൊപ്പം മണിയറയിലേക്ക് മണവാട്ടി കടക്കുന്നു. പറ്റിച്ചേർന്ന് ഒന്നായി തീർന്നവർ, അതായത് സ്വജനത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും എല്ലാം മറന്ന ആ മണവാട്ടി, അങ്ങനെയല്ലേ സങ്കീർത്തനം 45 കാണുന്നത്. അതെല്ലാം മറന്ന് മണവാളന് വേണ്ടി ഏകാഗ്രതയോടും ആ പറ്റുമാനത്തോടും ഇരിക്കുന്ന മണവാട്ടി അവനോടുകൂടെ ഒരുമിച്ച് പറ്റിച്ചേർന്ന് അന്തർമന്ദിരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതൊക്കെ ധ്യാനിക്കുമ്പോൾ സഹോദരങ്ങളെ വാക്കുകൾ കിട്ടാതെ പോവും. എങ്ങനെ ഇത് പറഞ്ഞ് നമ്മൾ പൂർത്തീകരിക്കുമെന്ന് എനിക്കറിയില്ല. അതുപോലത്തെ നിമിഷങ്ങളല്ലേ അതല്ല. അപ്പോൾ അത് ഭയങ്കരമായ അനുഭവങ്ങളാണ്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാൻ ഈ തലമുറയ്ക്ക് താല്പര്യമില്ലെന്ന് പറയുമ്പോൾ ഈ തലമുറ എത്രത്തോളം ദൈവവചനത്തിൽ നിന്ന് അകന്നുപോയി എന്നുള്ളത് സഹോദരങ്ങൾ മനസ്സിലാക്കുക. എത്രത്തോളം അകന്നുപോയി. ഒരു കാര്യം ഇടയ്ക്ക് പറയാൻ വിട്ടുപോയി. 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൻ്റെ 16-ഉം 17-ഉം പറഞ്ഞിട്ട് പറയേണ്ട ഒരു കാര്യം നേരെ ഈ ടാബർനാക്കിൾ വഴി അങ്ങനെ അങ്ങ് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് പറയാനിടയായി. അതുകൊണ്ട് ഇത് പറയാൻ വിട്ടുപോയി. അവിടെ നമ്മൾ വായിച്ചത് ഈ പഴയ നിയമം പഠിപ്പിക്കുന്നത് നമ്മൾ തികവിലേക്ക് വരാനാണെന്ന് പറഞ്ഞല്ലോ. വിശേഷാൽ ഈ ടാബർനാക്കിളിൻ്റെ പഠനമൊക്കെ അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ പറയുന്ന 3 കാര്യമാണ്: ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും. 3 പ്രധാനപ്പെട്ട കാര്യം. ഈ 3 കാര്യങ്ങളിലേക്ക് നമ്മളെ നടത്തുന്ന ചർച്ചകളിലാണ് നമ്മൾ കൂട്ടായ്മ ആചരിക്കേണ്ടത്. ഈ 3 കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ശുശ്രൂഷകർ ഇന്ന് കുറവാണ്. ഉപദേശം വേണം കയ്യിൽ, ശാസനയുണ്ടായിരിക്കണം, അതായത് ഇടയൻ്റെ വടി കയ്യിൽ വേണം, വടിയും കോലും. ശുശ്രൂഷകൻ്റെ കയ്യിൽ ഉപദേശം ഉണ്ടായിരിക്കണം, ശാസനം ഉണ്ടായിരിക്കണം, ഗുണീകരണം ഉണ്ടായിരിക്കണം, ഈ വക കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള സഭയിൽ പോയിട്ട് ഇഷ്ടമുള്ള പോലെ ജീവിച്ചു കഴിഞ്ഞാൽ മക്കളൊക്കെ പല വഴിക്കും പോകും, തോന്നുന്ന പോലെ പോകും. യഥാർത്ഥ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ദൈവദാസന്മാരുമായി ചേർന്ന് സഞ്ചരിക്കാൻ ഉത്സാഹിക്കണം. അല്ലാതെ പാത്രന്മാർക്ക് ചില്ലറയും കൊടുത്ത് അവരെയും വഷളാക്കി നമ്മളും വഷളായി തോന്നുന്ന പോലെ ജീവിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ദുരന്തമായിരിക്കും. പര്യവസാനം എന്ന് പറയുന്നത് ദുരന്തമായിരിക്കും. ഞാൻ 2 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ നിന്ന് ആഹാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനായിട്ടാണ് തുനിഞ്ഞിറങ്ങിയതെങ്കിലും നടത്തിപ്പ് ഇങ്ങനെയായി. അതുകൊണ്ട് ഞാൻ ജനറലായിട്ടുള്ള കാര്യങ്ങളിലൂടെ സംസാരിച്ച് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? പെട്ടകം അന്തർമന്ദിരത്തിലേക്ക് വന്നൊരു കാഴ്ച നിങ്ങളെ കാണിച്ചുകൊണ്ടാണ്. അതായത് കാഹളം ധരിക്കുമ്പോൾ കുഞ്ഞാടിൻ്റെ കാന്ത അവനോട് പറ്റിച്ചേർന്ന് ഒന്നായി തീർന്ന് മണിയറയിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു പ്രവേശനം ഈ ടാബർനാക്കിൾ സ്റ്റഡിയിൽ മുന്നമേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധന്മാർ വിശുദ്ധ സ്ഥലത്ത് അഥവാ വിശുദ്ധ ജീവിതം നയിക്കുന്നു. കാഹളം ധനിക്കുമ്പോൾ ആ തിരശ്ശീല അങ്ങ് മാറുന്നു. അതായത് 1-ാം സ്വർഗം 2-ാം സ്വർഗം താണ്ടി നമ്മൾ 3-ാം സ്വർഗത്തിലേക്ക് അഥവാ അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ അനുഭവത്തിലേക്ക് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നൊടി നേരം കൊണ്ട് നമ്മൾ ഒരു ജമ്പിങ്ങാണ്, ഒരൊറ്റ ജമ്പിങ്ങാണ്. ഈ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നവൻ്റെ ഉള്ളിലെ ആഗ്രഹം മുഴുവനും അതിനാണ്, അങ്ങോട്ട് ജമ്പ് ചെയ്യാനാണ്. അതിനാണ് അവൻ ഞെരങ്ങിക്കൊണ്ട് കാത്തിരിക്കുന്നു എന്ന് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നത്. ഞെരങ്ങുകയാണ്. ഈ താഴ്ചയുള്ള ശരീരത്തെ ഒന്ന് ഉരിഞ്ഞു കളഞ്ഞിട്ട് ഒരു വെണ്മയ ശരീരം ധരിച്ചുകൊണ്ട് ആ അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ അനുഭവത്തിൽ അങ്ങനത്തെ ശരീരം ധരിച്ചോടെ പാർക്കാൻ പറ്റുള്ളൂ. അവിടെ പരിശുദ്ധനായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ആ പരിശുദ്ധനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വസിക്കാൻ പാകത്തിന് ആ ഒരു ഞെരക്കത്തിലാണ് ഭക്തന്മാർ എല്ലായ്പ്പോഴും എല്ലാ കാലത്തും. ശരിയായ ഭക്തന്മാർ അങ്ങനെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കേൾക്കപ്പെട്ട വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. ഇതിൽ മുന്നറിയിപ്പുകളുണ്ട്, ശാസനകളുണ്ട്, എന്താ പറയുക, നമ്മളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസങ്ങളുണ്ട്, നമ്മുടെ പ്രത്യാശ ജ്വലിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മൾ ആ പ്രത്യാശയിലാണ്. കാഹളം ധ്വനിച്ച് നാം ആകാശങ്ങളിലൂടെ കടന്നുപോയി നമ്മുടെ മണവാളനോടുകൂടെ മണിയറയിലേക്ക് പ്രവേശിക്കുന്ന ദിനം സമാഗതമായി എന്നുള്ള കാര്യം വിശുദ്ധന്മാരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.